നമസ്കാരം. ASCC മാത്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഇവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ അഖിൽ. ഡിഗ്രി ലെവൽ പരീക്ഷകളിൽ ക്ലോക്കിൽ നിന്ന് ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ. അതായത് ചില ക്ലോക്കുകൾ സാധാരണ ക്ലോക്കിനേക്കാൾ വേഗത്തിൽ ഓടാറുണ്ട്, ചില ക്ലോക്കുകൾ സാധാരണ ക്ലോക്കിനേക്കാൾ പതുക്കെ ഓടാറുണ്ട്. അതിനെ മുന്നിൽ നിർത്തി ഡിഗ്രി ലെവൽ പരീക്ഷകളിൽ സ്ഥിരമായി കുറേ പരീക്ഷകൾ ചോദിച്ചു വന്ന ചോദ്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള അറിവ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലെ പ്ലേലിസ്റ്റ് ജസ്റ്റ് ഒന്ന് പരിശോധിക്കുക. അപ്പോൾ അതിനകത്ത് ക്ലോക്കിനകത്ത് കയറിയിട്ട് കാണുക, 1 by 1 ആയിട്ട് കണ്ടുപോയാൽ മതി. അതിനകത്ത് നമ്മൾ ഈ ക്ലാസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് അത് കണ്ടിട്ട്, അതായത് ഈ ക്ലാസ്, അതായത് വേഗത്തിൽ ഓടുന്നതും പതുക്കെ ഓടുന്നതുമായിട്ടുള്ള ക്ലോക്കിൻ്റെ ക്ലാസ്സുകൾ കണ്ടിട്ട് ഈ വീഡിയോ കാണുവാണെങ്കിൽ സൂപ്പറായിരിക്കും. ഓക്കെ, അല്ല നിങ്ങളത് നേരത്തെ കണ്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്ത് വെക്കുക, എന്നിട്ട് ഈ ചോദ്യം ഒന്ന് ചെയ്യാൻ ശ്രമിച്ചേക്ക്. ഓക്കെ, ചുമ്മാ ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക, അതിനുശേഷം നമുക്ക് ഉത്തരം നോക്കാം. ചോദ്യം ഇതാണ്: ഒരു ക്ലോക്ക് മണിക്കൂറിൽ 6 മിനിറ്റ് വേഗത്തിൽ ഓടുന്നു. രാവിലെ 7 മണിക്ക് ഈ ക്ലോക്ക് ശരിയായ സമയം കാണിച്ചു. രാത്രിയിൽ ഈ ക്ലോക്ക് 9:40 കാണിക്കുമ്പോൾ ശരിയായ സമയം എത്ര എന്നതാണ് ചോദ്യം. അപ്പം ഒറ്റ കാര്യം പറയട്ടെ, ഒരു ക്ലോക്ക് മണിക്കൂറിൽ 6 മിനിറ്റ് വേഗത്തിൽ ഓടുന്നു. അതായത് ഒരു മണിക്കൂർ 6 മിനിറ്റ് എക്സ്ട്രാ ഓടും. അതായത് 10 മണിക്ക് നമ്മൾ ഈ ക്ലോക്ക് സമയം ശരിയാക്കി വെച്ചാൽ നമ്മൾ 1 മണിക്കൂർ കഴിഞ്ഞ്, അതായത് 11 മണിക്ക് ചെന്ന് നോക്കപ്പം ഇതിനകത്ത് 11:06 ആയിട്ടുണ്ടാവും. ഓക്കെ, അപ്പം 1 മണിക്കൂർ ചെന്ന് നോക്കുമ്പോൾ 1 മണിക്കൂർ 6 മിനിറ്റും കൂടെ അത് ഓടിയിട്ടുണ്ടാവും. ക്ലിയർ ആണേ? ശരി, ചുമ്മാ ഞാൻ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുവാണ്. നമ്മുടെ ക്ലോക്ക് യഥാർത്ഥത്തിൽ 1 മണിക്കൂർ കഴിയപ്പം നമ്മുടെ ക്ലോക്ക് എത്ര സമയം ഓടും? 1 മണിക്കൂറും 6 മിനിറ്റും കൂടെ ഓടും. ശരിയല്ലേ? 1 മണിക്കൂറും 6 മിനിറ്റും ഓടും. അതായത് യഥാർത്ഥ ക്ലോക്ക് 1 മണിക്കൂർ ആവുമ്പോൾ നമ്മുടെ ക്ലോക്ക് 6 മിനിറ്റ് എക്സ്ട്രാ ഓടും. എക്സ്ട്രാ ഓടുന്നതാ. ഈ 1 മണിക്കൂർ ഓടും, കൂട്ടത്തിൽ ഒരു 6 മിനിറ്റും കൂടെ എക്സ്ട്രാ ഓടും. അപ്പോൾ 1 മണിക്കൂർ 6 മിനിറ്റ് ഓടും. ശരിയല്ലേ? ഇത് ട്രൂ ക്ലോക്ക് ആണ്, ഇത് റോങ് ക്ലോക്ക്. അവിടെ ഇരിക്കട്ടെ. ഇനി അടുത്തത്, രാവിലെ 7 മണിക്ക് ഈ ക്ലോക്ക് ശരിയായ സമയം കാണിച്ചു. എന്നുവെച്ചാൽ നമ്മുടെ റോങ് ക്ലോക്കിനകത്ത് 7 മണിക്ക് ശരിയായ സമയമാണ് കാണിച്ചത്. രാത്രിയിൽ ഈ ക്ലോക്ക്, നമ്മുടെ റോങ് ക്ലോക്ക് തന്നെ, 9:40 കാണിക്കുമ്പോൾ, 9:40 കാണിക്കുക എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്ക്. ഈ ക്ലോക്ക് രാവിലെ 7 മണി തൊട്ട് 9:40 വരെ സഞ്ചരിച്ചിട്ടുണ്ടെന്ന് അതിനർത്ഥം. അതായത് റോങ് ക്ലോക്കിലെ സമയമായത്. ഇത് എപ്പോഴും നോക്കണം കേട്ടോ. ഈ രണ്ടാമത് തന്നേക്കുന്ന സമയം ശരിയായ സമയമാണോ റോങ് ക്ലോക്കിലെ സമയമാണോ എന്ന് എപ്പോഴും നോക്കണം. ഇപ്പൊ റോങ് ക്ലോക്കിലെ സമയമാണെങ്കിൽ നമുക്ക് ഇച്ചിരി കൂടെ ഡിഫിക്കൽട്ട് ആ പ്രോബ്ലം ചെയ്യാൻ. ഇതിപ്പോ റോങ് ക്ലോക്കിലെയാണ്, കുറച്ച് പാടുണ്ടാവും. പക്ഷെ ഇത് യഥാർത്ഥ സമയം ആയിരുന്നെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ അത് മനസ്സിലായി. അപ്പൊ രണ്ടും 2 രീതിയാണ്, പോർത്ത് വെച്ചേക്കുക. ഇതിപ്പോ റോങ് ക്ലോക്കിലതാ, കുറച്ച് കഷ്ടപ്പാട് കാണും. ഓക്കെ, അപ്പം നമ്മുടെ റോങ് ക്ലോക്ക് 7 മണിക്ക് ശരിയായ സമയം കാണിച്ചു. ഇനി 9:40, അന്ന് രാത്രി 9:40 ആവുമ്പോൾ യഥാർത്ഥ സമയം എന്ത് എന്നാണ് ചോദ്യം. അപ്പൊ ഇനി നമ്മുടെ അടുത്ത ചോദ്യം, ഈ ശരിയായ റോങ് ക്ലോക്ക് 7 മണി തൊട്ട് 9:40 PM വരെ സഞ്ചരിച്ചല്ലോ, അത് എത്ര ടൈം ഉണ്ടെന്ന് നോക്കണം. എത്ര മണിക്കൂറാണ് എന്ന് കണ്ടുപിടിക്കണം. 7 മണി തൊട്ട് 9:40 വരെ എത്ര മണിക്കൂറാണ് കണ്ടുപിടിക്കാം. ഒന്ന് ആലോചിച്ച് നോക്ക്. 7 മണി തൊട്ട്, രാവിലെ 7 മണി തൊട്ട് വൈകിട്ട് 7 മണി വരെ എത്ര മണിക്കൂറുണ്ട്? 12 മണിക്കൂറില്ലേ? 12 മണിക്കൂറുണ്ട്. പിന്നെ വൈകിട്ട് 7 മണി തൊട്ട് 9 മണി വരെ എത്ര മണിക്കൂറുണ്ട്? ഒരു 2 മണിക്കൂറുണ്ടില്ലേ? തീർന്നില്ല. 9 മണി തൊട്ട് പിന്നെ 9:40 വരെ ഒരു 40 മിനിറ്റ് കൂടെ ഉണ്ടല്ലോ. ഇപ്പൊ തന്നെ 12 × 2 14 മണിക്കൂറായി. പിന്നെ ഒരു 40 മിനിറ്റ്. ക്ലിയർ അല്ലേ? ഇത് റോങ് ക്ലോക്ക് സഞ്ചരിച്ച സമയമാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. റോങ് ക്ലോക്ക് സഞ്ചരിച്ച സമയമാണ് 14 മണിക്കൂർ 40 മിനിറ്റ്. ഇപ്പൊ റോങ് ക്ലോക്ക് 14 മണിക്കൂർ 40 മിനിറ്റ് സഞ്ചരിക്കപ്പം ശരിയായ സമയ ചോദ്യം, ശരിയായ ക്ലോക്ക് എത്ര സമയം സഞ്ചരിക്കുമെന്ന് ആലോചിക്കണം. ഓക്കെ, നമുക്കറിയാം ശരിയായ ക്ലോക്ക് 1 മണിക്കൂർ സഞ്ചരിക്കപ്പം റോങ് ക്ലോക്ക് 1 മണിക്കൂർ 6 മിനിറ്റ് സഞ്ചരിക്കും. നമുക്കിവിടെ തന്നേക്കുന്ന റോങ് ക്ലോക്ക് 14 മണിക്കൂർ 40 മിനിറ്റ് സഞ്ചരിച്ചിട്ടുണ്ട്. അപ്പൊ കറസ്പോണ്ടിങ് ട്രൂ ക്ലോക്ക് എത്ര മണിക്കൂർ സഞ്ചരിച്ചിട്ടുണ്ടെന്ന് അന്വേഷിക്കണം. അത് അന്വേഷിച്ചാൽ അത് നമ്മുടെ യഥാർത്ഥ സമയത്തിനോടൊപ്പം കൂട്ടിയാൽ മതി. നമ്മുടെ പരിപാടിയും കഴിഞ്ഞ്. ക്ലിയർ അല്ലേ?
അപ്പൊ അത് നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. ഒന്ന് ചിന്തിച്ചു നോക്ക്. ഒരു മണിക്കൂറിൽ നമ്മുടെ ക്ലോക്ക് 1 മണിക്കൂർ 6 മിനിറ്റ് ഓടും. നമ്മുടെ റോങ് ക്ലോക്ക് 14 മണിക്കൂർ 40 മിനിറ്റ് ഓടിയിട്ടുണ്ട്. 14 മണിക്കൂർ 40 മിനിറ്റ് ഓടിയിട്ടുണ്ട്. അത് എത്ര സമയം കൊണ്ടാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. നോർമലി എത്ര സമയം കൊണ്ടാണ് ഈ റോങ് ക്ലോക്കിന് 14 മണിക്കൂർ 40 മിനിറ്റ് ഓടാൻ കഴിയുന്നത് എന്ന് കണ്ടുപിടിക്കണം. ഇത് കണ്ടെത്താൻ ക്രോസ് ചെയ്താൽ മതി. ക്രോസ് ചെയ്ത് കണ്ടിട്ടുണ്ടല്ലോ, ഇത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ ഈ സാധനം കിട്ടും. അപ്പൊ ഇത് ക്രോസ് ചെയ്ത് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഇവിടെയും കിടക്കുന്നതിന് ഒരേ യൂണിറ്റ് ആയിരിക്കണം. ഇവിടെ 1 മണിക്കൂർ 6 മിനിറ്റാ, ഇത് മൊത്തം അങ്ങ് മണിക്കൂറിലോട്ട് മാറണം. ഇത് 14 മണിക്കൂർ 40 മിനിറ്റാ, ഇത് കംപ്ലീറ്റ് എന്തിലോട്ട് മാറണം? മണിക്കൂറിലോട്ട് മാറണം. അപ്പൊ അതൊന്ന് മാറ്റിയെടുക്കാം നമുക്ക്. നമ്മുടെ ക്ലോക്ക് 1 മണിക്കൂർ 6 മിനിറ്റ് എക്സ്ട്രാ ഓടും, മീൻസ് 1 മണിക്കൂർ 6 മിനിറ്റ് ഓടും. അപ്പൊ അതിന്റെ ഒരു ഒറ്റ ഫ്രാക്ഷനിലോട്ട് മാറ്റാം, ഫുള്ള് മണിക്കൂറിലോട്ട് മാറ്റാം. 1 മണിക്കൂർ പ്ലസ് 6 മിനിറ്റിനെ നമുക്ക് മണിക്കൂറാക്കാം. എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ഒരു 60 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ അത് മണിക്കൂറാവും. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് ഒറ്റ നമ്പർ ആക്കിയാൽ മതി. അപ്പൊ ഈ 6നെ 60നെ നമുക്ക് കട്ട് ചെയ്യാം. 6 വെച്ച് 1/10. അപ്പൊ 1 പ്ലസ് 1/10. ഓക്കെ, അപ്പൊ 1 × 10 10, 10 പ്ലസ് 1 11/10 അവർ എന്ന് വരും. അതായത് നോർമൽ ക്ലോക്ക് 1 മണിക്കൂറോടൊപ്പം നമ്മുടെ റോങ് ക്ലോക്ക് 11/10 അവർ ഓടും. ഓക്കെ, ഇനി റോങ് ക്ലോക്ക് 14 മണിക്കൂർ 40 മിനിറ്റ് ഓടുന്നത് എത്ര സമയം കൊണ്ടാണെന്ന് ആലോചിക്കണം. അപ്പൊ നമുക്ക് അതും കൂടെ ഒന്ന് നോക്കാം. 14 മണിക്കൂർ 40 മിനിറ്റ് ഇതെങ്ങനെ ഒറ്റ അവറിലോട്ട് മാറ്റിയെടുക്കുന്നത്? 14 മണിക്കൂർ ആൾറെഡി ഇവിടെ ഉണ്ട്. ഇനി 40 മിനിറ്റിനെയും കൂടെ മണിക്കൂറാക്കണം. അതിന് വേണ്ടിയിട്ട് 40/60 ചെയ്യണം. 0 0 കട്ട്. 4നെ 6നെ 2 ആയിട്ട് കട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് 14 പ്ലസ് 2/3 എന്ന് കിട്ടും. ഇനി ക്രോസ് ചെയ്യാം. 14 × 3 30, 12, 42. 42 × 2 44/3 അവർ. അതായത് റോങ് ക്ലോക്ക് 44/3 അവർ സഞ്ചരിക്കുന്നത് എത്ര സമയം കൊണ്ടാണ്? ക്രോസ് ചെയ്തെടുത്താൽ മതി. ഓക്കെ, എതിരെ നിൽക്കുന്ന രണ്ടെണ്ണം മൾട്ടിപ്ലൈ ചെയ്യാം. 1 × ഇത് തന്നെയല്ലേ, 44/3. 1 × ഇത് ക്രോസ് ചെയ്ത് നിൽക്കുന്ന സംഖ്യകൾ മൾട്ടിപ്ലൈ ചെയ്യാം. ഒറ്റയ്ക്ക് നിൽക്കുന്ന സാധനം കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 44/3 × 10/11. 11 44 കട്ട്. 11നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 44 ഇട്ട് 4. അങ്ങനെ നമുക്ക് 40/3 അവർ എന്ന് കിട്ടും. അതായത് 40/3 അവർ കഴിയപ്പം, യഥാർത്ഥ സമയം കഴിയപ്പം നമ്മുടെ റോങ് ക്ലോക്ക് 9:40 കാണിക്കും. മീൻസ് 14 മണിക്കൂർ 40 മിനിറ്റ് കഴിഞ്ഞു പോകും. ഓക്കെ, അപ്പൊ ഈ 40/3 അവറിനെ ഇനി നമുക്ക് ഒരു കറക്റ്റ് ഫ്രാക്ഷൻ ടൈമിലോട്ട് എടുക്കണം. നിങ്ങൾ ഇതെല്ലാം ചെയ്യാൻ അറിയണമെങ്കിൽ, നിങ്ങൾ അറിയത്തില്ലാത്ത ഭാഗമാണിതെങ്കിൽ നിങ്ങൾ ക്ലോക്കിന്റെ ഫുൾ വീഡിയോ കണ്ടിട്ടിരിക്കുന്നത് കിടിലായിരിക്കും. ഓക്കെ, അപ്പൊ 40നെ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 40നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 3 3 1 0 3 9 1. അതായത് 13 മിക്സഡ് ഫ്രാക്ഷൻ ആക്കിയാൽ മതിയേ. 1/3 അവർ എന്ന് വെച്ചാൽ 13 മണിക്കൂറും 1/3 അവർ. ഈ 1/3 അവറിനെ നമുക്കങ്ങ് മിനിറ്റ് ആക്കാം. 1/3 അവർ ഇതിനെ അങ്ങ് മിനിറ്റ് ആക്കാം. അവറിനെ മിനിറ്റ് ആക്കാൻ എന്ത് ചെയ്യണം? 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. അപ്പൊ 3 60 കൂടെ കട്ട് ചെയ്ത് 20. അങ്ങനെ 20 മിനിറ്റ് എന്ന് കിട്ടും. 1/3 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 20 മിനിറ്റ് ആണല്ലോ. അപ്പൊ 13 അവർ 20 മിനിറ്റ്. ഓക്കെ, അതായത് യഥാർത്ഥ സമയം 13 മണിക്കൂറും 20 മിനിറ്റും കഴിയപ്പോഴാണ് നമ്മുടെ റോങ് ക്ലോക്ക് 44/3 അവർ അഥവാ 14 മണിക്കൂർ 40 മിനിറ്റ് സഞ്ചരിക്കുന്നത്. ക്ലിയർ ആണോ? അപ്പൊ 13 മണിക്കൂർ 20 മിനിറ്റ് അത്രയും സമയം കഴിയണം. എവിടുന്ന്? 7 മണിയിൽ നിന്ന്. അപ്പൊ ആ 7 മണിയോടൊപ്പം നിങ്ങൾ ഈ 13 മണിക്കൂർ 20 മിനിറ്റ് കൂട്ടിയാൽ മതി. ഈ 7 മണിയോടൊപ്പം 12 മണിക്കൂർ കൂട്ടപ്പം എന്താവും? 7 PM ആവും. ശരിയല്ലേ? 7 AM എന്നുള്ളത് 12 മണിക്കൂർ കൂട്ടപ്പം 7 PM ആവും. 13 മണിക്കൂർ കൂട്ടപ്പം 8 PM ആവും. 8 PM. പിന്നെ ഒരു 20 മിനിറ്റും കൂടെ ഉണ്ട്. അപ്പൊ 8:20 PM എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? 7 AM-നോടൊപ്പം 13 മണിക്കൂർ 20 മിനിറ്റ് കൂട്ട്. 7 മണിക്കൂറോടൊപ്പം 13 മണിക്കൂർ കൂട്ടുക എന്ന് പറഞ്ഞപ്പോൾ തന്നെ 7ഉം 13 കൂടെ കൂട്ടപ്പോൾ 20 മണി. 20 മണി എന്ന് പറഞ്ഞാൽ എത്ര? 8 മണിയല്ലേ? 20 ൽ നിന്ന് 12 പോയാൽ മതി. 8 മണി. പിന്നെ ഒരു 20 മിനിറ്റ് ഇവിടെ. അപ്പൊ 8 മണി 20 മിനിറ്റ്. ഇതായിരിക്കും യഥാർത്ഥ സമയം. അപ്പൊ യഥാർത്ഥ സമയം 8:20. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ. 30 മിനിറ്റിൽ 2 മിനിറ്റ് വീതം വേഗത്തിൽ ഓടുന്ന ഒരു വാച്ച്.
5 AM സമയം ശരിയാക്കി വെക്കുന്നു. ഇതേ ദിവസം വാച്ച് 10:20 കാണിക്കുമ്പോൾ, രാവിലെ 10:20 കാണിക്കുമ്പോൾ യഥാർത്ഥ സമയം എത്ര എന്നതാണ് ക്വസ്റ്റ്യൻ. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് നോക്കാം. നമ്മുടെ ക്ലോക്ക് 30 മിനിറ്റിൽ 30 മിനിറ്റിൽ 2 മിനിറ്റ് എക്സ്ട്രാ ഓടുന്നു. 30 മിനിറ്റിൽ 2 മിനിറ്റ് എക്സ്ട്രാ ഓടുന്നു. അപ്പം നമ്മുടെ ഈ ക്ലോക്ക് 5 AM സമയം ശരിയാക്കി വെച്ചു. പിന്നെ 10:20 AM യഥാർത്ഥ സമയം എത്രയാണെന്ന ചോദ്യം. യഥാർത്ഥ സമയം ചോദ്യം. അപ്പൊ ഈ 10:20 AM എന്ന് പറയുന്നത് റോങ് ക്ലോക്കിലെ സമയം. അപ്പൊ റോങ് ക്ലോക്ക് സഞ്ചരിച്ചതാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. റോങ് ക്ലോക്ക് സഞ്ചരിച്ചത് ജസ്റ്റ് ഒന്ന് ചുമ്മാ നോക്കിയേക്കണേ വെറുതെ. 30 മിനിറ്റ് ഇത് 2 മിനിറ്റ് എക്സ്ട്രാ ഓടും എന്ന് വെച്ചാൽ എക്സ്ട്രാ ഓടുക. അപ്പം 30 മിനിറ്റ് ഇത് ഓടുന്നത് 2 മിനിറ്റ് മാത്രമല്ല 32 മിനിറ്റ് ആയിരിക്കും. 30 മിനിറ്റ് ഇയാൾ 32 മിനിറ്റ് ഓടും. 30 മിനിറ്റ് ഇയാൾ 32 മിനിറ്റ് ഓടും. അതാണ് കഥ. അങ്ങനെ ആണെങ്കിൽ നമ്മുടെ ക്ലോക്ക് 5 AM സമയം ശരിയാക്കി വെച്ച് പിന്നെ നമ്മൾ അതിനകത്തുള്ള സമയം 10:20 ആവുമ്പോൾ യഥാർത്ഥ സമയം എത്രയാണെന്നാ ചോദ്യം. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കാം. 5 AM തൊട്ട് 10:20 AM വരെ എത്ര സമയം നമ്മുടെ റോങ് ക്ലോക്ക് ഓടിയെന്ന് നോക്കാം. ഇത് റോങ് ക്ലോക്ക് ഓടുന്ന ടൈമും ഇത് ട്രൂ ക്ലോക്ക് ഓടുന്ന ടൈമുമാണ്. ഓക്കെ, അപ്പൊ റോങ് ക്ലോക്ക് മൊത്തം എത്ര സമയം ഓടിയെന്ന് നോക്കാം. 5 മണിയിൽ നിന്ന് 10 മണിയാവാൻ 10 മണിക്കൂർ എടുക്കും. പ്ലസ് പിന്നെ ഒരു 20 മിനിറ്റും കൂടെ ഓടിയിട്ടുണ്ട്. അപ്പൊ 10 മണിക്കൂർ 20 മിനിറ്റ്. അപ്പം പെട്ടെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തൂടെ? 5 മണിയിൽ നിന്ന് 10 മണിയാവാൻ 5 മണിക്കൂർ. സോറി 5 മണിയിൽ നിന്ന് 10 മണി വരെ ആവാൻ എത്ര മണിക്കൂർ എടുക്കുക? 5 മണിക്കൂർ എടുക്കുക. 5 മണി 10 മണിയാവാൻ 5 മണിക്കൂർ എടുക്കും. പിന്നെ ഒരു 20 മിനിറ്റ്. 5 മണിക്കൂർ 20 മിനിറ്റ് ഈ ക്ലോക്ക് ഓടിയിട്ടുണ്ട്. ശരിയല്ലേ? എന്ന് വെച്ചാൽ മൊത്തത്തിൽ എത്ര മിനിറ്റ് ഓടി? അതെന്തോ മിനിറ്റ് ആക്കാനുള്ള റീസൺ, കാരണം ഇത് നമ്മൾ മിനിറ്റിലല്ലേ നിർത്തിയേക്കുന്നത്. അപ്പൊ അതങ്ങ് മിനിറ്റ് ആക്കാം. നേരത്തെ കണക്കും അതേ കണക്ക് മിനിറ്റ് ആക്കി അങ്ങ് ചെയ്താലും മതി. അപ്പൊ പിന്നെ ഫ്രാക്ഷൻ ഒക്കെ അവിടെ ഒഴിവായി കിട്ടും. അങ്ങനെയൊക്കെയുള്ള കഥ അത് നമുക്ക് സന്ദർഭോചിതമായിട്ട് ചെയ്യാം. ചിലയിടത്ത് മിനിറ്റ് ആക്കുന്നതാണ് നല്ലത്, ചിലയിടത്ത് മണിക്കൂറിൽ തന്നെ ഇടുന്നതാണ് നല്ലത്. അതൊക്കെ സാഹചര്യം അനുസരിച്ച്. ഓക്കെ, അപ്പൊ 5 മണിക്കൂർ 20 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കുക. 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ്. 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ്. അപ്പൊ സ്വാഭാവികമായിട്ട് 5 മണിക്കൂറോ? 5 × 60 300 മിനിറ്റാ. 300 മിനിറ്റ് 20 മിനിറ്റോട് ചേർന്ന് 320 മിനിറ്റാ നമ്മുടെ ഈ നോർമൽ ക്ലോക്ക് റോങ് ക്ലോക്ക് ഓടിയേക്കുന്നത്. അപ്പൊ ഒന്ന് വെറുതെ ഒന്ന് ആലോചിച്ച് നോക്ക്. ട്രൂ ക്ലോക്ക് 30 മിനിറ്റ് ഓടപ്പം റോങ് ക്ലോക്ക് 32 മിനിറ്റ് ഓടും. ഇപ്പൊ നമ്മുടെ റോങ് ക്ലോക്ക് 5 മണിയിൽ നിന്ന് 10:20 AM എന്ന് കാണിച്ച് നിൽക്കുന്നു. എന്ന് വെച്ചാൽ റോങ് ക്ലോക്കിൽ 5 മണിക്കൂർ 20 മിനിറ്റ് പോയിട്ടുണ്ട്. 5 മണിക്കൂർ 20 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 320 മിനിറ്റ് എക്സ്ട്രാ പോയിട്ടുണ്ട്. അല്ല, എക്സ്ട്രാ അല്ല, 320 മിനിറ്റ് നമ്മുടെ ക്ലോക്ക് സഞ്ചരിച്ചിട്ടുണ്ട്. അപ്പൊ 320 മിനിറ്റ് നമ്മുടെ റോങ് ക്ലോക്ക് സഞ്ചരിക്കുമ്പം യഥാർത്ഥ സമയം, കറസ്പോണ്ടിങ് യഥാർത്ഥ സമയം എത്ര നമുക്ക് കിട്ടണം. അപ്പൊ അതിന് നമുക്ക് ഇത് ക്രോസ് ചെയ്തെടുത്താൽ മതി. ഇതിലെ നിൽക്കുന്നത് മൾട്ടിപ്ലൈ ഒരെണ്ണം ഉള്ളതുകൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ 30 × 320 ഡിവൈഡഡ് ബൈ 32. 32 320 കൂടെ കട്ട് 10. അപ്പം 300 മിനിറ്റ് എന്ന് കിട്ടും. അപ്പൊ 300 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര? ഇത് ട്രൂ ക്ലോക്കിലെ ടൈമാ. ഇത്രയും സമയം റോങ് ക്ലോക്കോടൊപ്പം കറസ്പോണ്ടിങ് യഥാർത്ഥ സമയം എന്ന് പറയുന്നതാണ് ഈ 300 മിനിറ്റ്. അപ്പൊ 300 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 300നെ നമുക്കൊന്ന് 60 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. എത്ര അവർ ആണെന്ന് കിട്ടും. എത്ര? 5 അവർ അല്ലേ? 5 അവർ 6 × 5 30 300 മിനിറ്റ്. ഓക്കെ, അപ്പൊ 5 മണിക്കൂർ. 300 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60ന്റെ 5 എണ്ണം. 60 × 5 ആണ് 300. 300 മിനിറ്റ്. 60 മിനിറ്റിന്റെ 5 എണ്ണം. 60 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ. 1 മണിക്കൂറിന്റെ 5 എണ്ണം. അപ്പം 1 മണിക്കൂറിന്റെ 5 എണ്ണം എന്ന് പറഞ്ഞാൽ 5 മണിക്കൂർ. അപ്പൊ 300 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 5 മണിക്കൂർ. അപ്പൊ നമ്മുടെ ട്രൂ ക്ലോക്കിൽ, ശരിയായ ക്ലോക്കിൽ 5 മണിക്കൂർ പിന്നിട്ടിട്ടുണ്ടാവത്തേ ഉള്ളൂ. ശരിയാണോ? അപ്പം നമ്മുടെ സമയം എത്ര ആയിരുന്നു? 5 AM നമ്മുടെ സമയം ശരിയാക്കി വെച്ചേ. അവിടുന്ന് ആണ് നമ്മൾ 2 ക്ലോക്ക് സഞ്ചരിക്കുന്നത്. 2 ക്ലോക്ക്, ട്രൂ ക്ലോക്കും റോങ് ക്ലോക്കും സഞ്ചരിക്കുന്നത് അവിടെ നിന്നാ. അപ്പൊ 5 AM നിന്ന് ഈ 5 മണിക്കൂർ കൂട്ടിയാൽ, 5 AM നോടൊപ്പം 5 മണിക്കൂർ കൂട്ടിയാൽ നമ്മുടെ യഥാർത്ഥ സമയത്തിലെത്താം. 5 5 കൂട്ടി എത്ര? 10 മണി. 10 അവർ. അപ്പൊ 10 മണി എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. ഓപ്ഷൻ എ. ക്ലിയർ അല്ലേ? ഇത്രയേ ഉള്ളൂ സംഭവം. വളരെ ഈസിയാണ്, വളരെ സിമ്പിൾ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. എ ക്ലോക്ക് ഈസ് സെറ്റ് റൈറ്റ് അറ്റ് 5 AM. ഒരു ക്ലോക്ക് 5 മണിക്ക് സമയം ശരിയാക്കി വെക്കുന്നു. ദ ക്ലോക്ക് ലോസസ് 60 മിനിറ്റ് ഇൻ
24 അവർ. ഓരോ 24 മണിക്കൂറിലും നമ്മുടെ ക്ലോക്ക് 16 മിനിറ്റ് വീതം പതുക്കെ ഓടുന്നു. ഓർക്കണം, പതുക്കെ ഓടുന്നു. നേരത്തെ ചെയ്ത 2 ചോദ്യങ്ങളും വേഗത്തിൽ ഓടുന്ന ക്ലോക്കായിരുന്നു. ഇവിടെ ഇപ്പോൾ പതുക്കെ ഓടുക ക്ലോക്ക്. അതായത് 24 മണിക്കൂർ നോർമൽ ക്ലോക്കിലാവുമ്പോൾ ഇതിനകത്ത് 24 മണിക്കൂർ ആവത്തില്ല, 16 മിനിറ്റ് പുറകിലായിരിക്കും. അതാ ഉദ്ദേശിക്കുന്നത്. വാട്ട് വിൽ ബി ദ ട്രൂ ടൈം? യഥാർത്ഥ സമയം കണ്ടുപിടിക്കേണ്ട. യഥാർത്ഥ സമയം കണ്ടുപിടിക്കാനാ പാട്. ഓക്കെ, എന്നാലും കുഴപ്പമില്ല, നമുക്ക് ചെയ്യാം. വെൻ ദ ക്ലോക്ക് ഇൻഡിക്കേറ്റ് 10 PM ഓൺ 4th ഡേ. 4ാം ദിവസം 10 PM ആവുമ്പം ഈ റോങ് ക്ലോക്ക് 10 PM ആവുമ്പോൾ യഥാർത്ഥ സമയം എന്തായിരിക്കും എന്നതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇച്ചിരി കഷ്ടപ്പാടൊക്കെ കാണും, എന്നാലും സാരമില്ല, നമുക്ക് നോക്കാം. നമ്മുടെ ക്ലോക്ക് 24 മണിക്കൂറിൽ 16 മിനിറ്റ് ലോസ് ആയിരിക്കും. ഓക്കെ, 24 മണിക്കൂർ ട്രൂ ക്ലോക്കിൽ എടുക്കപ്പം ഇതിനകത്ത് 16 മിനിറ്റ് ലോസ് ആയിരിക്കും. ഓക്കെ, അപ്പൊ അത് എത്ര മണിക്കൂറായി കാണും? 23 മണിക്കൂറും പിന്നെ 4 വെച്ച് നോക്കുക. 24 മണിക്കൂറാണ് മൊത്തത്തിലുള്ള 24 മണിക്കൂർ. ആ 24 മണിക്കൂറിൽ 16 മിനിറ്റ് ലോസാണ്. അപ്പൊ 16 മിനിറ്റ് അങ്ങ് കുറഞ്ഞ 24 മണിക്കൂറുണ്ടോ? ഇല്ല. ഒരു 23 മണിക്കൂറും കാണും, പിന്നെ 1 മണിക്കൂറില്ല. 1 മണിക്കൂറിലെ 16 മിനിറ്റ് ഇല്ല. അപ്പൊ 1 മണിക്കൂറില്ല എന്ന് വെച്ചാൽ 60 മിനിറ്റ്. 60 മിനിറ്റിലെ 16 മിനിറ്റ് ഇല്ല, ലോസ് ആയിപ്പോയി. പിന്നെ ബാക്കി എത്ര? 10 നിന്ന് 6 പോയാൽ 4, 5 നിന്ന് 1 പോയാൽ 4. 23 മണിക്കൂർ 44 മിനിറ്റ് ആവത്തേ ഉള്ളൂ. 24 മണിക്കൂർ 44 മിനിറ്റ് ആവത്തേ ഉള്ളൂ നമ്മുടെ റോങ് ക്ലോക്ക്. അപ്പൊ 23 മണിക്കൂർ പ്ലസ് 44 മിനിറ്റിനെ ഞാൻ മണിക്കൂറാക്കുക. 44/60. അപ്പൊ 23 പ്ലസ് 44നെ 60നെ നമുക്ക് വേണമെങ്കിൽ ഒരു 4 വെച്ച് കട്ട് ചെയ്യാം. അപ്പൊ 11/15. ഇതിനെ നമുക്കിനി ഒറ്റ ഫ്രാക്ഷൻ ആക്കാം. ഒറ്റ ഫ്രാക്ഷൻ ആക്കാൻ വേണ്ടിയിട്ട് 23 × 15 ചെയ്യാം. I3 15 1, I2 10 1 11, 1 3 3, 1 2 2, 5 4 3. ആ 345നോടൊപ്പം ഈ 11 കൂട്ടണം. അപ്പൊ 6 5 3, 356/15 അവർ. ഫ്രാക്ഷൻ ആയിട്ട് തന്നെ നിൽക്കട്ടെ. ഓക്കെ, അപ്പൊ 24 മണിക്കൂർ നമ്മുടെ ട്രൂ ക്ലോക്കിലോടൊപ്പം റോങ് ക്ലോക്ക് എത്ര സമയം ഓടും? 356/15 അവർ ഓടത്തേ ഉള്ളൂ. 356/15 അവർ. ഓക്കെ, ശരി, ക്ലിയർ അല്ലേ? ഇനി അടുത്തത്, വാട്ട് വിൽ ബി ദ ട്രൂ ടൈം വെൻ ദ ക്ലോക്ക് ഇൻഡിക്കേറ്റ് 10 PM ഓൺ ദ 4th ഡേ? 10 PM ഓൺ ദ 4th ഡേ, 4ാം ദിവസം 10 PM ആവുമ്പം യഥാർത്ഥ സമയം എത്ര ആയിരിക്കും എന്നാ ചോദ്യം. അപ്പൊ 4ാം ദിവസം 10 PM വരെ എത്ര ടൈം നമ്മുടെ റോങ് ക്ലോക്ക് ഓടി നിന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വിടണം. ആ സമയം കൊണ്ട് നമ്മുടെ ട്രൂ ക്ലോക്ക് എത്ര കറസ്പോണ്ടിങ് ടൈം ഓടുമെന്ന് നോക്കണം. അത് കാൽക്കുലേറ്റ് ചെയ്യാൻ ഇത് ക്രോസ് ചെയ്ത് കണ്ടെത്തി നമ്മുടെ യഥാർത്ഥ സമയത്തിനോടൊപ്പം ആഡ് ചെയ്യപ്പം പരിപാടി കഴിഞ്ഞു. ഓക്കെ, ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ. ക്ലിയർ ആണോ? അപ്പൊ നമുക്കൊന്ന് നോക്കാം, ചുമ്മാ നോക്കാം. ഇത് വേറെ 1-2 മാർഗമൊക്കെ നമുക്ക് ഉപയോഗിച്ച് ചെയ്യാം, അത് ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇത് നോക്കിക്കോ. അപ്പം എന്തോ നമ്മൾ പറഞ്ഞു വന്നേ, 4ാം ദിവസം അല്ലേ, 4th ഡേ, അതൊന്ന് കണ്ടുപിടിക്കാം. അപ്പൊ 1ാം ദിവസം ഇത് എത്ര സമയമാക്കി വെച്ച്? 5 AM ആക്കി വെച്ച്. അപ്പൊ 2ാം ദിവസം, ഒന്ന് ചിന്തിച്ചു നോക്ക്. 2ാം ദിവസം 5 AM വരെ ആവുമ്പം നമ്മുടെ റോങ് ക്ലോക്കിൽ 5 AM വരെ ആവുമ്പോൾ 24 മണിക്കൂർ പിന്നിട്ട്, പിന്നെ 3ാം ദിവസം 5 AM വരെ ആവുമ്പം വീണ്ടും ഒരു 24 മണിക്കൂർ പിന്നിട്ട്, 1ാം ദിവസം 5 AM ശരിയാക്കി വെച്ച്, 2ാം ദിവസം 5 AM വരെ ആവുമ്പോൾ 24 മണിക്കൂർ പിന്നിട്ട്, 3ാം ദിവസം 5 AM വരെ ആവുമ്പം വീണ്ടും ഒരു 24 മണിക്കൂർ പിന്നിട്ട്, 4ാം ദിവസം 4th ഡേയുടെ കാര്യം നമുക്ക് ആലോചിക്കേണ്ടത്, 5 AM വരെ ആവുമ്പം വീണ്ടും ഒരു 24 മണിക്കൂർ പിന്നിട്ട്. പക്ഷെ 4ാം ദിവസം 5 AM വരെ പോയാൽ മതിയോ? 4ാം ദിവസം 10 PM വരെ പോകണം. 10 PM വരെ. അപ്പൊ 10 PM വരെ നമുക്കൊന്ന് പോവാം. 5 AM തൊട്ട് 5 PM വരെ, ആ 4th ഡേ 5 PM വരെ ആവുമ്പം വീണ്ടും ഒരു 12 മണിക്കൂർ, പിന്നെ 5 PM നിന്ന് 10 PM പിന്നെ ഒരു 5 മണിക്കൂർ. അങ്ങനെ ടോട്ടലി മൊത്തം എത്ര മണിക്കൂർ നോക്കാം. 24 3 72, 72 പ്ലസ് 12 5 17, ടോട്ടലി 89 മണിക്കൂർ. 89 മണിക്കൂർ നമ്മുടെ റോങ് ക്ലോക്ക് പിന്നിട്ട് കഴിഞ്ഞു.
ഓക്കെ, ഈ 89 മണിക്കൂർ കൊണ്ട് ട്രൂ ക്ലോക്ക് എത്ര സമയം എടുക്കും പിന്നിടാൻ, എത്ര സമയം എടുക്കും നമുക്കിനി കണ്ടുപിടിക്കേണ്ടത്. അത് കണ്ടെത്താൻ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ, എതിരായിട്ടുള്ളത് മൾട്ടിപ്ലൈ, ഒരെണ്ണമുള്ളതുകൊണ്ട് ഡിവൈഡ് ചെയ്യാം. 24 × 89 ബൈ 356 ബൈ 15. ഒരു ഫ്രാക്ഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിനാലും തിരിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ 24 × 89 ബൈ 356 × 15. 8 4 എന്നടിച്ചു നോക്ക്. 89 × 4 എന്നടിക്കുക. 9 8 4 36, 3 8 4 32, 3 35, 356. ഓക്കെ, അപ്പൊ 89നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് 356 കിട്ടും. 4നെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 24 കിട്ടും. 15 × 6, 15 6 എത്ര? 60 30 90 മണിക്കൂർ. 90 മണിക്കൂർ കഴിഞ്ഞാൽ മതി. 90 മണിക്കൂറിനകത്ത് എത്ര ദിവസമുണ്ട്? 90 മണിക്കൂറിനകത്ത്. അപ്പൊ ഈ 90 മണിക്കൂറിനകത്ത് ഇനി എത്ര ദിവസം ഉണ്ടെന്ന് അന്വേഷിക്കണം. എത്ര ദിവസമുണ്ട്? ഒരു ദിവസം എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറാണല്ലോ. 24 മണിക്കൂറിന്റെ എത്ര ദിവസം? 24 മണിക്കൂർ 3 ദിവസം. 4 ഒപ്പം 96 ആയി. ഓക്കെ, അപ്പൊ 24 4 വേറെ ഇങ്ങനെ ചിന്തിച്ചാൽ മതിയേ. 24 4 എണ്ണാവും. അപ്പൊ 24 മണിക്കൂർ 4 ഒപ്പം 96 ആവും. 96 മണിക്കൂറാവും. പിടി കിട്ടിയോ? 24ന്റെ 4 എണ്ണമാവുമ്പം 96 മണിക്കൂറാവും. ക്ലിയർ ആണോ? ഇനി ഞാൻ പറയാൻ പോകുന്ന ശ്രദ്ധിച്ച് കേട്ടോണം. അപ്പം യഥാർത്ഥത്തിൽ 5 AM തൊട്ട് അടുത്ത 5 AM വരെ, ഇത് ഇപ്പൊ നമ്മൾ റോങ് ക്ലോക്കിന് വേണ്ടിയിട്ട് എഴുതിയത്, ഇതൊരു ട്രൂ ക്ലോക്ക് ആണെന്ന് നിങ്ങൾ വെറുതെ വിചാരിച്ചോ. 5 AM തൊട്ട് അടുത്ത 5 AM വരെ, അടുത്ത ദിവസം 5 AM വരെ ആവുമ്പോൾ 24 മണിക്കൂർ കംപ്ലീറ്റ് ആവും. ക്ലിയർ അല്ലേ? വീണ്ടും അടുത്ത ദിവസം 5 AM വരെ, അപ്പൊ വീണ്ടും ഒരു 24 മണിക്കൂർ കംപ്ലീറ്റ് ആവും. അപ്പൊ ഓരോ 24 മണിക്കൂർ കംപ്ലീറ്റ് ആവുന്നതും ഈ സമയത്ത് വെച്ച് തന്നെ ആയിരിക്കും. അതാ ഞാൻ പറഞ്ഞു തന്നത്. ഓരോ 24 മണിക്കൂർ കംപ്ലീറ്റ് ചെയ്യുന്നതും ഈ 5 AM തന്നെ ആയിരിക്കും. രാവിലെ 5 AM തന്നെ ആയിരിക്കും. അതായത് നമ്മുടെ റോങ് ക്ലോക്ക് 89 മണിക്കൂറോടൊപ്പം നമ്മുടെ ട്രൂ ക്ലോക്ക് യഥാർത്ഥത്തിൽ 96 മണിക്കൂർ ഓടിയിട്ടുണ്ടാകും. 90 മണിക്കൂർ ഓടിയിട്ടുണ്ടാകും. 90 മണിക്കൂർ. ഓക്കെ, 90 മണിക്കൂർ ഓടിയിട്ടുണ്ടാവും. 90 മണിക്കൂർ. ഇത്രയും വരെ ക്ലിയർ അല്ലേ? 96 മണിക്കൂർ ആയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഈ 5 AM വന്ന് നിന്നേനെ. ഈ 5 AM വന്ന് നിന്നേനെ. സമയം 5 AM ആയേനെ. അതായത് 24 4 ആകുമ്പോൾ 96 അവറാ. ഈ 96 അവർ ആയിരുന്നെങ്കിൽ, ഇത് 90 96 അല്ല, 96 ആയിരുന്നെങ്കിൽ 5 AM വന്ന് നിന്നേനെ. പക്ഷെ 90 മണിക്കൂറേ ഓടിയിട്ടുള്ളു. എന്ന് വെച്ചാൽ ഒരു 6 മണിക്കൂർ കുറവാണ്. ഈ 5 AM നിന്ന് 6 മണിക്കൂർ കുറവാണ്. അപ്പൊ 5 AM നിന്ന് 6 മണിക്കൂർ 5 AM നിന്ന് 1 മണിക്കൂർ കുറച്ചാൽ 4 മണി, 2 മണിക്കൂർ കുറച്ചാൽ 3 മണി, അടുത്ത ഒരെണ്ണം കൂടെ കുറച്ചാൽ 2 മണി, 1 മണിക്കൂർ കുറച്ചാൽ 4, 3, 2, പിന്നെ രാത്രി 1 മണി, പിന്നെ രാത്രി 12 മണി, 1 2 3 4 5, പിന്നെ രാത്രി 11 മണി. അതായത് 11 മണി ആയിട്ടുണ്ടാവും. 11 മണി, കറക്റ്റ് 11 മണി. അതായത് 6 മണിക്കൂർ പിറകിലായിരിക്കും. നിങ്ങൾക്ക് ആ സംഭവം മനസ്സിലായി ഞാൻ ഉദ്ദേശിച്ചത് എന്തുവാന്ന്? 90 മണിക്കൂർ നമ്മുടെ നോർമൽ ക്ലോക്ക് ഓടിയിട്ടുണ്ടാവും. ആ 90 മണിക്കൂറിന് പകരം 24ന്റെ 4 മൾട്ടിപ്പിൾ 96 ആയിരുന്നെങ്കിൽ ഇതേ സമയത്ത് വന്ന് നിന്നേനെ. പക്ഷെ ഇതേ സമയത്ത് വന്ന് നിൽക്കാൻ പറ്റത്തില്ല. കാരണം 96 മണിക്കൂർ ഓടിയിട്ടില്ല. 6 മണിക്കൂർ പുറകിൽ പോയിരിക്കുക. 90 മണിക്കൂറേ ഓടിയിട്ടുള്ളൂ. അപ്പം 96 മണിക്കൂറിന് പകരം 90 മണിക്കൂറേ ഓടിയിട്ടുള്ളൂ. 6 മണിക്കൂർ പുറകിലായിരിക്കും. ഈ എത്തപ്പെട്ട സമയത്തിനേക്കാൾ 6 മണിക്കൂർ പുറകിലായിരിക്കും. അതായത് 5 AM നിന്ന് 6 മണിക്കൂർ പുറകിൽ എന്ന് വെച്ചാൽ 11 PM ആയിരിക്കും. ഓപ്ഷൻ ഡി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. 11 PM നിന്ന് ഒരു 6 മണിക്കൂറൂടെ പോയാൽ 5 AM എത്തുമെന്ന്. 11 കഴിഞ്ഞ് 12, 1 2 3 4 5 എത്തും. അപ്പൊ നമ്മുടെ ഉത്തരം ഓപ്ഷൻ ഡി 11 PM. മനസ്സിലായി? ഇതേ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് മറ്റൊരു രീതിയിലൊന്ന് ചെയ്യാം. വെറുതെ ശ്രമിക്കാം. നോക്കിക്കോ. നമ്മുടെ ക്ലോക്ക് 24 മണിക്കൂറിൽ 16 മിനിറ്റ് ലോസ് സംഭവിക്കുമെന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ 16 മിനിറ്റ് പുറകിലോട്ട് പോകും. അതായത് 24 മണിക്കൂറോടൊപ്പം ആ 24 മണിക്കൂർ ഓടേണ്ടതിന് പകരം 24 നിന്ന് 16 മിനിറ്റ് പുറകിലെത്തത്തേ ഉള്ളത്. ഓക്കെ, അത് പുറകോട്ട് ഓടുമെന്നല്ല ഉദ്ദേശിക്കുന്നത്. 24 മണിക്കൂർ കഴിയപ്പോൾ ഇതിനകത്ത് 24 മണിക്കൂർ ആയിട്ടില്ല. 24 മണിക്കൂർ ആവാൻ ഇനി ഒരു 16 മിനിറ്റ് കൂടെ വേണമെന്നുള്ള ഒരവസ്ഥ.
ഒരു 16 മിനിറ്റ് പുറകിൽ നിൽക്കുമായിരിക്കും ഇത്. അതാണ് സംഭവം. അങ്ങനെയാണെങ്കിൽ 12 മണിക്കൂർ ഈ ക്ലോക്ക് ജസ്റ്റ് ഒരു 8 മിനിറ്റ് ആയിരിക്കും പുറകിൽ നിൽക്കുന്നത്. 8 മിനിറ്റ് പുറകിൽ നിൽക്കും. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പകുതി 6 മണിക്കൂർ നമ്മുടെ ക്ലോക്ക് ഒരു 4 മിനിറ്റ് പുറകിൽ നിൽക്കും. 4 മിനിറ്റ്. ഓക്കെ, ഇതൊക്കെ ആയിരിക്കും ഇതിന്റെ ഒരു അവസ്ഥ. 3 മണിക്കൂർ ഈ ക്ലോക്ക് 2 മിനിറ്റ് പുറകിൽ നിൽക്കും. 3 മണിക്കൂർ. അപ്പൊ ഒന്ന് ചിന്തിച്ച് നോക്ക്, ഇത് ട്രൂ ക്ലോക്ക്, ഇത് റോങ് ക്ലോക്ക്. റോങ് ക്ലോക്ക്. ട്രൂ ക്ലോക്കിൽ രാവിലെ 5 മണിയാവും. ഇപ്പം ഈ ക്ലോക്ക് റോങ് ക്ലോക്കിലും രാവിലെ 5 മണിയായിട്ടുണ്ട്. ഇത് 1-ാം ദിവസത്തിന്റെ കാര്യമാണ്. ഇനി 2-ാം ദിവസം ട്രൂ ക്ലോക്കിൽ 5 മണിയാവും. ഇപ്പം ഇതിനകത്ത് യഥാർത്ഥത്തിൽ ഇതേ സമയം തന്നെ ആവേണ്ടത്. ഓക്കെ, കാരണം 24 മണിക്കൂർ പിന്നിടുന്ന കഥയാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇതേ സമയം തന്നെ ആവേണ്ടത്. പക്ഷെ അതാവത്തില്ല. അതിൽ നിന്ന് ഒരു 16 മിനിറ്റ് പുറകിലായിരിക്കും. എന്ന് വെച്ചാൽ 4 മണി ഒരു 60 നിന്ന് 16 കുറച്ചാൽ മതി. 60 നിന്ന് 16 10 64 5 1 4 4:44 AM ആയിട്ടുണ്ടാവത്തേ ഉള്ളൂ. ഇനി 3-ാം ദിവസം 5 AM ആകുമ്പം ഇവിടെ ഉള്ള ടൈം തന്നെ ഇവിടെ വരണം. യഥാർത്ഥത്തിൽ സാധാരണ നല്ല ക്ലോക്ക് ആയിരുന്നെങ്കിൽ ആ സമയം തന്നെ വരണം. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു 10 മിനിറ്റ് ഫാസ്റ്റ് ആക്കി വെച്ചൊരു ക്ലോക്ക്. അപ്പൊ ഇനി 8 മണിക്ക് നോക്കിയാലും 10 മിനിറ്റ് ഫാസ്റ്റ് ആയിരിക്കും, 10 മണിക്ക് നോക്കിയാലും 10 മിനിറ്റ് ഫാസ്റ്റ് ആയിരിക്കും, 9 മണിക്ക് നോക്കിയാലും 10 മിനിറ്റ് ഫാസ്റ്റ് ആയിരിക്കും. അപ്പൊ ഇത് നോർമൽ സമയത്തിനേക്കാൾ 16 മിനിറ്റ് കുറഞ്ഞിരിക്കുക. അപ്പൊ ഇനി ഏത് സമയത്ത് നോക്കിയാലും നോർമൽ സമയത്തിനേക്കാൾ 16 മിനിറ്റ് കുറഞ്ഞ് തന്നെ നിൽക്കേണ്ടത്. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇതിപ്പം 24 മണിക്കൂർ പിന്നിടപ്പം 4:44 AM എന്നുള്ളത് 24 മണിക്കൂർ പിന്നിട്ടിട്ട് നെക്സ്റ്റ് ഡേ 4:44 AM ആണ് ആകേണ്ടത്. ഓക്കെ, 24 മണിക്കൂർ പിന്നിടപ്പം 5 എന്നുള്ളത് 5 AM ആവുമെങ്കിൽ 4:44 AM എന്നുള്ളത് അടുത്ത ദിവസം 4:44 AM 24 മണിക്കൂർ പിന്നിടപ്പം ആവേണ്ടത്. പക്ഷെ ഇതാവാതെ ഇവിടുന്ന് ഒരു 16 മിനിറ്റ് ലോസ് ആയിട്ടുണ്ടാവും. കാരണം 24 മണിക്കൂർ കഴിഞ്ഞല്ലോ. അപ്പൊ 16 മിനിറ്റ് 44 നിങ്ങളാ ബാക്കി 8 6 14 3 1 2 4:28 ആവും. 4:28. ക്ലിയർ അല്ലേ? ഇനി അടുത്തത് 4-ാം ദിവസം രാവിലെ 5 AM നോക്കപ്പം വീണ്ടും ഒരു 24 മണിക്കൂർ പിന്നിട്ട് ഈ ടൈമാണ് യഥാർത്ഥത്തിൽ. അപ്പൊ ഇവിടെ 24 മണിക്കൂർ പിന്നിടപ്പം ആവേണ്ടത്. പക്ഷെ ആവത്തില്ല. അവിടുന്ന് വീണ്ടും ഒരു 16 മിനിറ്റ് ലോസിൽ പോവും. അപ്പൊ 28 നിന്ന് 16 പോട്ടെ, 2 1 4 12 ആയിട്ടുണ്ടാവും. അതായത് ഇത് 1-ാം ദിവസം ഒരു 24 മണിക്കൂർ പോയി, 2 24 മണിക്കൂർ പോയി, 3 24 മണിക്കൂർ പോയി. 3 24 മണിക്കൂർ പോയാൽ 3 × 24 48 മിനിറ്റ് പുറകിൽ പോകണം. 5 AM നിന്ന് 48 മിനിറ്റ് പുറകിൽ പോയി 4 12 AM ആവുമെന്ന് നമുക്ക് വേണേൽ ഒറ്റയടിക്കും എഴുതാം. ശരി. ഇനി 4-ാം ദിവസം തന്നെ 5 AM ഞാനൊരു 5 PM പോകുന്നു. മീൻസ് 12 മണിക്കൂറാണ് ഇപ്പൊ പിന്നിട്ടേക്കുന്നത്. 12 മണിക്കൂർ 12 മണിക്കൂർ പിന്നിടുക എന്ന് പറഞ്ഞാൽ ഈ സമയം തന്നെ എന്ത് ചെയ്യും? ഈ സമയം തന്നെ AM മാറി PM ആവത്തേ ഉള്ളു. സമയത്ത് വ്യത്യാസം വരത്തില്ല. AM ഉം PM ഉം മാറി പോകത്തേ ഉള്ളു. അപ്പൊ ഇവിടെ 4:12 AM എന്നുള്ളത് 4:12 PM നോർമലി ആവുന്നത്. 12 മണിക്കൂർ ഇവിടുന്ന് അങ്ങോട്ട് പിന്നിടപ്പോഴേ 4:12 AM എന്നുള്ളത് 12 മണിക്കൂർ പിന്നിടപ്പം 4:12 PM ആവും വൈകിട്ട്. പക്ഷെ ഇത് 4:12 PM ആണോ കാണിക്കുന്നത്? 12 മണിക്കൂർ അത് 8 മിനിറ്റ് പുറകിൽ പോകും. അപ്പൊ 8 മിനിറ്റ് കുറയട്ടെ. അപ്പൊ 4 4 ആവും. 4 4. ഇത്രയും ക്ലിയർ ആണോ? ഇനി നിങ്ങൾ നോക്ക്, 5 PM ആയിട്ടുണ്ട്, 4 4 ആയിട്ടുണ്ട്. ഇവിടെ നമ്മൾ യഥാർത്ഥത്തിൽ ഓരോ സംഖ്യകൾ കുറഞ്ഞുകൊണ്ടിരിക്കുമല്ലേ. ഇവിടുന്ന് ഒരു 4 കുറയുവാണെങ്കിൽ ഇവിടെ ഒരു നല്ല പെർഫെക്റ്റ് സമയം വരത്തില്ലേ? 4 കുറയുവാണെങ്കിൽ ഈ കുറയ്ക്കുന്ന സാധനം 4 ആണ് ഇതിനകത്തുനിന്ന് കുറയുന്നതെങ്കിൽ ഒരു പെർഫെക്റ്റ് സമയം വരത്തില്ലേ? 4 കുറയാൻ നമ്മൾ യഥാർത്ഥത്തിൽ ഒരു 6 മണിക്കൂർ പിന്നിട്ടാ പോരെ? 6 മണിക്കൂർ. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഞാനൊരു 6 മണിക്കൂർ കൂടെ പിന്നിടാൻ പോവാം. അപ്പൊ 5 PM നിന്ന് 6 മണിക്കൂർ പിന്നിട്ടാ 11 PM ആവും. ഓക്കെ, 5 PM നിന്ന് 6 മണിക്കൂർ പിന്നിട്ടാ 11 PM ആവും. ഓക്കെ, അപ്പൊ ഇതിനകത്തുനിന്ന് ഒരു 6 മണിക്കൂർ ഒന്ന് പിന്നിട്, എന്തോ വരുമെന്ന് നോക്ക്. 6 മണിക്കൂർ 4 PM. ഇതിനോടൊപ്പം ഒരു 6 മണിക്കൂർ പിന്നിട്ട 4ഉം 6 കൂടെ കൂട്ടിയ 10 4 PM ആവണം. പക്ഷേ 6 മണിക്കൂറിന് എത്ര പുറകിലായിരിക്കും? 4 മിനിറ്റും കൂടെ പിറകിലായിരിക്കും. അപ്പൊ ഇവിടുന്ന് ഒരു 4 മിനിറ്റ് കൂടെ അങ്ങ് പുറകിൽ പോയാൽ എന്തുമായിരിക്കും? 10 PM ആവത്തില്ലേ? 10 PM. അതായത് റോങ് ക്ലോക്കി 10 PM ആയിരിക്കുന്നു. റോങ് ക്ലോക്കി 10 PM. അപ്പൊ റോങ് ക്ലോക്കി 10 PM ആവുമ്പം ട്രൂ ക്ലോക്കിൽ 11 PM ആയിട്ടുണ്ടാകും.
11 PM. അപ്പോൾ നമ്മുടെ ഉത്തരം ഓപ്ഷൻ ഡി. അപ്പൊ ഇതൊരു വഴിയാണ്. വേറൊരു വഴി ജസ്റ്റ് ഇങ്ങനെ എഴുതി പോകുന്നതാ. എല്ലായിടത്തൊന്നും പറ്റണമെന്നൊന്നുമില്ല. ഇവിടെ നമുക്ക് പറ്റിയിട്ടുണ്ട്. അപ്പൊ ചില കണക്കിൽ പറ്റും, ചില കണക്കിൽ പറ്റും. 4ാമത്തെ ക്വസ്റ്റ്യൻ. ദ ക്ലോക്ക് ഈസ് സെറ്റ് റൈറ്റ് അറ്റ് 9 AM. ഒരു ക്ലോക്ക് 9 മണിക്ക് സമയം ശരിയാക്കി വെക്കുന്നു. ദ ക്ലോക്ക് ഗെയിൻ 10 minutes in 24 hours. 24 മണിക്കൂറിൽ 10 മിനിറ്റ് നമ്മുടെ ക്ലോക്ക് ഗെയിൻ ആവുന്നുണ്ട്. ഗെയിൻ എന്നുവെച്ചാൽ വേഗത്തിൽ ഓടുന്നുണ്ട്, വേഗത്തിൽ. വാട്ട് വിൽ ബി ദ ട്രൂ ടൈം വെൻ ദ ക്ലോക്ക് ഇൻഡിക്കേറ്റ് 2 PM ഓൺ ദ ഫോളോയിങ് ഡേ? ഓൺ ദ ഫോളോയിങ് ഡേ, അതായത് അടുത്ത ദിവസം 2 PM ആവുമ്പം ഈ ക്ലോക്ക് 2 PM ഈ ക്ലോക്ക് കാണിക്കപ്പോൾ ട്രൂ ടൈം എത്രയാണ് ചോദ്യം. യഥാർത്ഥ സമയ ചോദ്യം. ട്രൂ ക്ലോക്കിലെ ടൈം കണ്ടുപിടിക്കണം. റോങ് ക്ലോക്കിലെ സമയം ചോദ്യത്തിലുണ്ട്. ഞാൻ വീണ്ടും പറയുന്നു, റോങ് ക്ലോക്കിലെ സമയം ചോദ്യത്തിലുണ്ടെങ്കിൽ കുറച്ച് കഷ്ടപ്പാടുണ്ട്. നമ്മൾ ആ കഷ്ടപ്പാട് സഹിക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മുടെ ക്ലോക്ക് 24 മണിക്കൂർ, നോർമൽ ട്രൂ ക്ലോക്ക് 24 മണിക്കൂർ പിന്നിടപ്പം നമ്മുടെ ക്ലോക്ക് 10 മിനിറ്റ് എക്സ്ട്രാ ഓടും. എന്ന് വെച്ചാൽ 24 മണിക്കൂറും 10 മിനിറ്റും കൂടെ എക്സ്ട്രാ ഓടും. ഇത്രയും ഓടും. 24 മണിക്കൂർ 10 മിനിറ്റ് ഓടും. അപ്പൊ അതൊന്ന് കാൽക്കുലേറ്റ് ചെയ്തൊന്ന് എഴുതി വെക്കാമേ. 24 മണിക്കൂർ 10 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര? 24 മണിക്കൂർ 10 മിനിറ്റ്. 24 പ്ലസ് 10 മിനിറ്റിനെ അങ്ങ് അവറാക്കാം. 60 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 0 ഇവിടെ കട്ട്. 24 × 6. 24 × 6 6 24 2 6 2 12 11 14 പ്ലസ് 1 145/6 അവർ. അതായത് ഒന്നുകൂടെ, നമ്മുടെ ക്ലോക്ക് 24 മണിക്കൂറിൽ 10 മിനിറ്റ് എക്സ്ട്രാ ഓടും. എന്ന് വെച്ചാൽ 24 മണിക്കൂർ ഓടും, 10 മിനിറ്റ് കൂടെ ഓടും. എന്ന് വെച്ചാൽ ഒന്നുകൂടെ എഴുതുക. നമ്മുടെ ക്ലോക്ക് 24 മണിക്കൂറിൽ 145/6 അവർ ഓടും. 145/6 അവർ ഓടും. ഇനി നമ്മുടെ ചോദ്യം പറയുക, 9 AM ശരിയാക്കി വെച്ച് നെക്സ്റ്റ് ഡേ 2 PM ഈ ക്ലോക്ക് കാണിക്കപ്പം യഥാർത്ഥ സമയം എത്രയാണ്? അപ്പോൾ 9 AM തൊട്ട് നെക്സ്റ്റ് 9 AM വരെ ആവുമ്പം 24 മണിക്കൂറുണ്ട്. തീർന്നില്ല. 9 AM തൊട്ട് പിന്നെ 2 PM വരെ ആവുമ്പം എത്ര മണിക്കൂറുണ്ട്? 9 നിന്ന് 2 മണി വരെ 10 11 12 1 2 5 മണിക്കൂറൂടെ. അങ്ങനെ ടോട്ടലി 29 മണിക്കൂർ നമ്മുടെ റോങ് ക്ലോക്ക് പിന്നിട്ട് കഴിഞ്ഞു. അപ്പൊ റോങ് ക്ലോക്ക് 29 മണിക്കൂർ പിന്നിട്ടിട്ടുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് നമ്മുടെ ശരിയായ ക്ലോക്ക് എത്ര സമയം പിന്നിട്ടിട്ടുണ്ടാവും അത് കണ്ടെത്താൻ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. 2 എതിരെ നിൽക്കുന്നത് മൾട്ടിപ്ലൈ ചെയ്യാം. 24 × 29 ബൈ 145/6. ഒരു ഫ്രാക്ഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം തിരിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 24 × 29 ബൈ 145. ഈ ബൈ 6 അങ്ങപ്പുറത്ത് പോകും. × 6. ഇത് കട്ട് ചെയ്തെടുത്താൽ നമുക്ക് കറസ്പോണ്ടിങ് ഉത്തരത്തിലോട്ട് എത്തിച്ചേരാം. ഓക്കെ, കട്ട് ചെയ്ത കാരണം പോവോ? അല്ല, 145 5 4 9 5 10 5. ഒന്ന് ആലോചിച്ച് നോക്ക്. 145നെ 5 ആയിട്ടൊന്ന് ഡിവൈഡ് ചെയ്തിട്ട് 5 5 5 10 4 5 9 5 45. അതായത് 29 × 5 29 × 5 145. 29 × 5 145 ശരിയല്ല? 29 × 5 145. ഇനി അടുത്തത് 24 × 6. 24 × 6 144. അപ്പൊ 144/5 അവർ നമ്മുടെ ക്ലോക്ക് പിന്നിട്ടിട്ടുണ്ടാവും. 144/5 അവർ എന്ന് പറഞ്ഞാൽ ഒന്ന് ചിന്തിച്ചു നോക്കുക. 144/5 അവർ എന്ന് പറഞ്ഞാൽ 144നെ 5 ആയിട്ട് ഡിവൈഡ് ചെയ്യണം. പറട്ടെ 2 10 4 4 8 5 40 4 ഇത്രയും മതി. അപ്പൊ 28ഉം 4/5 അവർ നമ്മുടെ ക്ലോക്ക് പിന്നിട്ടിട്ടുണ്ടാവും. നമ്മുടെ ക്ലോക്ക് എന്ന് പറഞ്ഞാൽ ശരിയായ ക്ലോക്ക് പിന്നിട്ടിട്ടുണ്ടാവും. എന്നുവെച്ചാൽ 28 അവറും പിന്നെ 5ൽ 4 അവർ കൂടെ. അപ്പൊ 5ൽ 4 അവർ എന്ന് പറഞ്ഞാൽ എത്ര മിനിറ്റാ? 4/5 × 60. 5നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 60 കിട്ടും? 12 12 × 48. എന്നുവെച്ചാൽ 28 മണിക്കൂർ 48 മിനിറ്റ് പിന്നിട്ടിട്ടുണ്ടാവും. 28 മണിക്കൂർ 48 മിനിറ്റ്. അപ്പൊ നമ്മുടെ യഥാർത്ഥ ക്ലോക്ക് 28 മണിക്കൂർ 48 മിനിറ്റ് പിന്നിട്ടിട്ടുണ്ടാവും. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്.
9 AM നിന്ന് 9 AM നിന്ന് 24 മണിക്കൂർ പിന്നിടപ്പം നെക്സ്റ്റ് ഡേ 9 AM ആവും. നെക്സ്റ്റ് ഡേ 9 AM. ഇവിടം വരെ ക്ലിയർ ആണേ. 28 മണിക്കൂറും 48 മിനിറ്റും എന്തായാലും പിന്നിടണം. ഇതിനകത്ത് 48 മിനിറ്റ് കാണിക്കുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. അപ്പോൾ അവിടെ വെച്ച് നമുക്ക് അവിടെ വെച്ച് നിർത്താം. ഈ സാധനം അങ്ങോട്ട് ടിക്ക് ചെയ്താൽ മതി. അതായത് ഈ 48 മിനിറ്റ് വന്നേക്കുന്ന ഒറ്റ സ്ഥലത്തേ ഉള്ളൂ. ആ സമയത്ത് തന്നെ നമുക്ക് ഉത്തരം പറയാൻ പറ്റും. ഇതാ നമ്മുടെ ഉത്തരം. ഓക്കെ, 1 മണി കഴിഞ്ഞ് 48 മിനിറ്റ് പരിപാടി കഴിഞ്ഞ്, വേറെ ഒന്നും ചിന്തിക്കണ്ട. എന്നാലും ഞാനത് ഫിനിഷ് ചെയ്യുവാണ്, ശ്രദ്ധിച്ചേട്ടോ. അപ്പോൾ 28 മണിക്കൂർ 48 മിനിറ്റ് നമ്മുടെ ട്രൂ ക്ലോക്ക് സഞ്ചരിച്ചിട്ടുണ്ട്. അതിൽ 24 മണിക്കൂർ കഴിയപ്പോൾ തന്നെ നെക്സ്റ്റ് ഡേ 9 AM ആയി. അപ്പൊ 28 മണിക്കൂറിലെ 24 മണിക്കൂർ മാറ്റിയാൽ ബാക്കി 4 മണിക്കൂർ. അപ്പൊ അതിനോടൊപ്പം ഒരു 4 മണിക്കൂർ കൂട്ട്. അപ്പൊ 9 നിന്ന് 4 മണിക്കൂർ കൂട്ടിയാൽ 10, 11, 12, 1, 1 മണിയാവും. പിന്നെ ഇനി എത്ര? 4 മണിക്കൂറും പിന്നെ 28 മണിക്കൂറിലെ 24 മണിക്കൂർ പോയാൽ പിന്നെ 4 മണിക്കൂർ 48 മിനിറ്റ്. അതിലെ 4 മണിക്കൂർ നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇനി ഒരു 48 മിനിറ്റ് കൂടെ പോട്ടെ. അപ്പൊ 1:48 ആയിട്ടുണ്ടാവും. അപ്പൊ നമ്മുടെ ഉത്തരം 1:48. 1 മണി കഴിഞ്ഞ് 48 മിനിറ്റ് പാസ്റ്റ് 1. 1 മണി കഴിഞ്ഞ് 48 മിനിറ്റ് ആയിട്ടുണ്ടാവും. ഓപ്ഷൻ എ. ക്ലിയർ അല്ലേ? ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആണ്, സൂപ്പറാണ്. അടുത്ത 5ാമത്തെ ചോദ്യം. ഒരു ഘടികാരം ഓരോ മണിക്കൂറിലും 1 മിനിറ്റ് വീതം കൂടുതൽ ഓടും. എന്നുവെച്ചാൽ 1 മണിക്കൂർ 1 മിനിറ്റ് കൂടുതൽ ഓടും. 2 മണിക്കൂർ 2 മിനിറ്റ്, 3 മണിക്കൂർ 3 മിനിറ്റ്. സിമ്പിൾ. 1 മണി ആയപ്പോൾ ഈ ക്ലോക്കിലെ സമയം ശരിയാക്കി പുനഃസ്ഥാപിച്ചു 1 മണിക്ക്. ഇപ്പോൾ കണ്ണാടിയിൽ ക്ലോക്ക് കാണിച്ച സമയം, കണ്ണാടിയിൽ മീൻസ് പ്രതിബിംബ സമയം. ഈ ക്ലോക്കിന്റെ പ്രതിബിംബ സമയം 4:33 ആണെങ്കിൽ ഏകദേശ സമയം എത്ര? അപ്പൊ കണ്ണാടിയിൽ കാണിച്ച സമയം 4:33 ആണെങ്കിൽ ആ ക്ലോക്കിൽ കാണിക്കുന്ന സമയം നമുക്ക് കണ്ടുപിടിച്ചൂടെ? പ്രതിബിംബ സമയം ഈ 4:33. അപ്പൊ ആ ക്ലോക്കിൽ കാണിക്കുന്ന സമയം, യഥാർത്ഥ സമയമല്ല, ക്ലോക്കിൽ കാണിക്കുന്ന സമയം എത്ര നമുക്ക് കണ്ടെത്താം? പ്രതിബിംബ സമയം കണ്ടെത്താൻ നമുക്കറിയാമല്ലോ. 11:60 എന്ന് കുറച്ചാൽ മതി. അപ്പൊ 4:33 നമ്മൾ 11:60 കുറയ്ക്കുന്നു. 10 ന് 3 പോയാൽ 7, 5 ന് 3 പോയാൽ 2, 11 ന് 4 പോയാൽ 7. എന്നുവെച്ചാൽ ആ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7:27 ആണ്. 7:27. നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കുക. ആ ക്ലോക്ക്, നമ്മുടെ റോം ക്ലോക്കിലെ സമയമാണ് 7:27. ക്ലിയർ ആണേ? 7:27. സിമ്പിൾ ആണേ. ഈ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ചോദ്യമാണ് കേട്ടോ. വലിയ ചോദ്യം വലുതാണെന്നേ ഉള്ളൂ. വളരെ സിമ്പിൾ ആണ്. നേരത്തെ തരുന്നതിനോട് കൂട്ട് വലിയ പണിയുമില്ല ഇതിനകത്ത്. അതായത് ഒരു ഘടികാരം ഓരോ മണിക്കൂറിലും 1 മിനിറ്റ് വീതം എക്സ്ട്രാ ഓടും. 1 മണിക്കൂറിൽ 1 മിനിറ്റ് എക്സ്ട്രാ ഓടും. എന്ന് വെച്ചാൽ 1 മണിക്കൂർ ആകുമ്പോൾ ഇതിനകത്ത് 1 മണിക്കൂറും കഴിയും 1 മിനിറ്റും കഴിയും. 61 മിനിറ്റ് കഴിയും. 61 മിനിറ്റ്. ഇതാ ഇതിന്റെ കഥ. അപ്പൊ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക്. 1 മണി ആയപ്പോൾ ഈ ക്ലോക്കിലെ സമയം ശരിയാക്കി വെച്ച്. അതായത് 1 മണിക്ക് ഈ റോങ് ക്ലോക്ക് ഇതായിരിക്കുന്നു. അതിനകത്ത് 1 മണിയായി. ട്രൂ ക്ലോക്ക് ഇതായിരിക്കുന്നു. അതിനകത്ത് 1 മണിയായി. മനസ്സിലായോ? അപ്പൊ 2 മണിയായി. നിങ്ങൾ ആലോചിച്ച് നോക്ക്. 2 മണിയാകുമ്പോൾ ഇതിനകത്ത് എന്തോ ആയിട്ടുണ്ടാവും? 2 ഒന്നായിട്ടുണ്ടാവും. ശരിയല്ലേ? അതായത് 2 മണിയാകുമ്പോൾ ഇതിനകത്ത് 2 ഒന്നായിട്ടുണ്ടാവും. എന്തുകൊണ്ട് അങ്ങനെ 2 1? കാരണം 1 മണിക്കൂർ ഇയാൾ 1 മിനിറ്റ് എക്സ്ട്രാ ഓടും. 1 മണിക്കൂർ ഈ ക്ലോക്ക് 1 മിനിറ്റ് എക്സ്ട്രാ ഓടും. അപ്പൊ 2 മണിയാകുമ്പം ഇതിനകത്ത് 2 ഒന്നായിട്ടുണ്ടാവും. 3 മണിയാകുമ്പം ഇതിനകത്ത് 3 2 ആയിട്ടുണ്ടാവും. എന്തുകൊണ്ടാണ് 3 2 ആയത്? കാര്യം 1 മണിക്കൂർ പിന്നിടപ്പം തന്നെ തിരിഞ്ഞു. അതായത് തിരിഞ്ഞുപോയി. ട്രൂ ക്ലോക്ക് ആദ്യം നിൽക്കട്ടെ. ഒന്നുകൂടെ സിമ്പിൾ സാധനം അത്, പെട്ടെന്ന് അങ്ങ് തീരും. ട്രൂ ക്ലോക്ക്, റോങ് ക്ലോക്ക്. റോങ് ക്ലോക്ക് 1 മണി. 1 മണി ആയപ്പോൾ ഈ ക്ലോക്കിലെ സമയം ശരിയായി പുനഃസ്ഥാപിച്ചു. അപ്പൊ റോങ് ക്ലോക്കിൽ 1 മണി തന്നെ. 2 മണിയായി. നിങ്ങൾ ആലോചിച്ച് നോക്കുക. 2 മണിയാകുമ്പോൾ ഈ റോങ് ക്ലോക്ക് എത്ര മണിയാവും? 2 ഒന്നാവും. കാരണം 1 മണിക്കൂർ ആകുമ്പോൾ 1 മിനിറ്റ് അല്ലേ എക്സ്ട്രാ ഓടുന്നത്. അപ്പം 1 മണിക്കൂർ പിന്നിട്ട്. അപ്പം 1 മണി എന്നുള്ളത് 2 മണി ആവണ്ടേ, പക്ഷെ 2 ഒന്നാവും. 3 മണിയാവുമ്പോൾ വെറുതെ ഒന്ന് ചിന്തിച്ച് നോക്ക്. 3 മണിയാവുമ്പോൾ ഇതിനകത്തും 1 മണിക്കൂർ കഴിയണം. 1 മണിക്കൂർ കഴിഞ്ഞാൽ ഇതിനകത്ത് 3 1 ആവേണ്ടത്. പക്ഷെ ഓരോ മണിക്കൂറിലും 1 മിനിറ്റും കൂടെ എക്സ്ട്രാ ഓടുന്നുണ്ട്. അപ്പൊ 1 മിനിറ്റ് കൂടെ എക്സ്ട്രാ ചേർത്ത് 3 2 ആവും. അപ്പൊ 4 മണിയാവുമ്പോഴോ? 4 മണിയാവുമ്പോൾ ഇതിനകത്ത് 4 2 ആവേണ്ടത് നേരത്തെ നിന്ന് 1 മണിക്കൂർ മുമ്പോട്ട് പോയി 4 2 ആവണം. ഇതിനകത്ത് 1 മണിക്കൂർ മുമ്പോട്ട് പോകുമ്പോൾ 4 2 ആവണം. പക്ഷെ ഇതിനകത്ത് 61 മിനിറ്റ് ഓടുന്നത്. അതായത് 1 മണിക്കൂർ 1 മിനിറ്റും കൂടെ എക്സ്ട്രാ ഓടും. 4 3 ആയിട്ടുണ്ടാവും. മനസ്സിലാവുന്നുണ്ടല്ലോ? അടുത്ത 5 മണിയാവുമ്പോഴോ?
ഇതിനകത്ത് 5 4 ആയിട്ടുണ്ടാവും. 6 മണിയാവുമ്പോഴോ ഇതിനകത്ത് 6 5 ആയിട്ടുണ്ടാവും. 7 മണിയാവുമ്പോഴോ ഇതിനകത്ത് 7 6 ആയിട്ടുണ്ടാവും. ഇപ്പൊ 7 മണിയാവുമ്പോൾ ഇതിനകത്ത് 7 6 ആയിട്ടുണ്ടാവും. പക്ഷെ നമ്മുടെ ക്ലോക്ക് 7:27 കാണിച്ചെന്നാ. 7:27. ശ്രദ്ധിക്കണം, യഥാർത്ഥത്തിൽ ഇവിടെ ഓരോ മിനിറ്റ് എക്സ്ട്രാ കയറുന്നത് 1 മണിക്കൂർ എടുക്കപ്പോഴാണ്. 1 മണിക്കൂർ എടുത്താൽ മാത്രമേ 1 മിനിറ്റ് എക്സ്ട്രാ കയറുന്നുള്ളൂ. അതായത് അരമണിക്കൂർ കഴിഞ്ഞാൽ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഒരു 30 സെക്കൻഡ് എക്സ്ട്രാ കയറുന്നുള്ളൂ. മനസ്സിലായി? അരമണിക്കൂർ 30 സെക്കൻഡ് എക്സ്ട്രാ കയറുന്നുള്ളൂ. അത് നമുക്ക് നോക്കണ്ട. 1 മണിക്കൂറായ 1 മിനിറ്റ് എക്സ്ട്രാ കയറും. 1 മിനിറ്റ് കയറണമെങ്കിൽ 1 മിനിറ്റ് കഴിയണം. ഇനി അടുത്ത 8 മണി ആയാലേ ഇതിനകത്ത് 8:07 ആവും. 8:07 ആവത്തുള്ളൂ. 8:07. ശരിയല്ലേ? പക്ഷെ നമ്മുടെ ക്ലോക്ക് 7:27 കാണിച്ചെന്നാ. എന്ന് വെച്ചാൽ 7:06 നിന്ന് വീണ്ടും 27 ആവണമെങ്കിൽ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക. 7:06 നിന്ന് 27 ആവണമെങ്കിൽ എത്ര സമയം വേണം? 27 നിന്ന് 6 പോട്ടെ, ഏകദേശം 21 മിനിറ്റ് വേണം. 21 മിനിറ്റ്. അപ്പൊ 7:21 ഒക്കെ ആവുമ്പം ഇതിനകത്ത് 7:27 ആവും. അതായത് ശ്രദ്ധിക്കണം, 7:21 ആവുമ്പം ഒരു 21 മിനിറ്റ് കഴിയപ്പം 21 മിനിറ്റ് കഴിയപ്പം ഇതിനകത്തൊന്നും കൂടി ഒരു 21 മിനിറ്റ്, ഇവിടെ ഒരു 21 മിനിറ്റ് കയറിക്കോ. അപ്പൊ 7:27 ആവും. 7:27 ആവും. ശരിയല്ലേ? 21 മിനിറ്റ് കഴിയപ്പോൾ ഇതിനകത്ത് 7:27 ആവും. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, 21 മിനിറ്റ് കഴിയപ്പം 7:06 എന്നുള്ളത് 21 മിനിറ്റ് കൂടി 7:27 ആവും. ക്ലിയർ അല്ലേ? അപ്പൊ 7:27 ആവുമ്പോൾ ഇതിനകത്ത് സമയം 7:21 ആയിരിക്കും. 7:21. അപ്പൊ 7:21 എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇതിനകത്ത് ഇല്ല. പക്ഷെ 7:20 എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അത് കറപ്പിക്കാം. അതെന്തായിരിക്കും ചിലപ്പോൾ 7:20 ആയത്? കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, 21 മിനിറ്റ് കയറപ്പം ആൾറെഡി 21 മിനിറ്റ് കയറപ്പം ആൾറെഡി ഇതിനകത്ത് 7:27 20 മിനിറ്റ് 27 കഴിഞ്ഞ് കുറച്ചുകൂടെ കയറണം. കാരണം അതിന് കറസ്പോണ്ടിങ് ഏകദേശം ഒരു, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നതുകൊണ്ട് നമ്മളോട് 20 സെക്കൻഡ് കൂടെ കയറണം. ഏകദേശം 20 സെക്കൻഡ് കൂടെ. കാരണം 60 മിനിറ്റ് 60 സെക്കൻഡ് എക്സ്ട്രാ ഓടുന്ന ആള് 20 മിനിറ്റ് 20 സെക്കൻഡ് എക്സ്ട്രാ ഓടണ്ടേ? അപ്പൊ 20 സെക്കൻഡ് എക്സ്ട്രാ ഓടണം. അപ്പൊ അവര് ബാലൻസിങ് നടക്കുമ്പോൾ ഇവിടെ ഇച്ചിരി കുറയുമെന്ന് വിചാരിച്ചോ. ഓക്കെ, എന്നാലും 7:21 എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് വേണമെങ്കിൽ 7:20 അങ്ങ് കറപ്പിക്കാം. ജസ്റ്റ് ഒരു കോമൺ സെൻസ് വെച്ച് ഇത് ആലോചിക്കാവുന്നതേ ഉള്ളൂ. അല്ല തന്നെ നിങ്ങൾ ഇങ്ങനെ അങ്ങ് ചിന്തിക്കുക, വെറുതെ കൂളായിട്ട് സിമ്പിൾ ആയിട്ട് ഇങ്ങനെ അങ്ങ് ചിന്തിക്കുക. 1 മണിയായപ്പോൾ സമയം ശരിയാക്കി വെച്ച് 7:27 ആയിട്ടുണ്ട്. എന്തായാലും 7 മണിക്കൂറിൽ ഏകദേശം 7 മിനിറ്റ് എക്സ്ട്രാ ഓടും. 7 മണിക്കൂർ 7 മിനിറ്റ് എക്സ്ട്രാ ഓടും. ഓക്കെ, 7 മണിക്കൂർ 7 മിനിറ്റ് എക്സ്ട്രാ ഓടും. ക്ലിയർ ആണേ? അപ്പൊ 7:20 ഒക്കെ ആവുമ്പം അതിനകത്ത് ഒരു 7 മിനിറ്റും കൂടെ, 7 മണിക്കൂർ ആയില്ലേ, ആ 7 മിനിറ്റും കൂടെ എക്സ്ട്രാ ഓടി 7:27 ആവുമെന്നൊക്കെ ചിന്തിച്ച് 7:20 വേണമെങ്കിൽ പെട്ടെന്ന് കറപ്പിക്കാം. പറഞ്ഞതേ ഉള്ളു. ജസ്റ്റ് ചുമ്മാ അങ്ങ് അലമ്പാക്കി അങ്ങ് പറഞ്ഞതാ. ഇത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ സംഭവം. വളരെ സിമ്പിൾ ആണ്. ജസ്റ്റ് ചുമ്മാ അങ്ങ് മുമ്പോട്ട് എഴുതി നോക്കിയാൽ മതി, നമുക്ക് കിട്ടും. ഇനി അല്ല നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല, ഇങ്ങനെ എഴുതി നോക്കുന്നത് ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, നേരത്തെ ചെയ്തത് കണക്ക് ചെയ്താലും മതി. അപ്പൊ ഏകദേശം സമയം കിട്ടും. നമുക്ക് അങ്ങനെയും കൂടെ ഒന്ന് വെറുതെ ശ്രമിച്ചു നോക്കാം. നമ്മൾ നേരത്തെ ചെയ്തത് കണക്ക് ഇതിനെ എങ്ങനെ ചെയ്യാൻ നോക്കാം. കഴിഞ്ഞ കണക്കൊക്കെ ചെയ്തത് കണക്ക് നമ്മുടെ ക്ലോക്ക് 1 മണിക്കൂറിൽ 1 മിനിറ്റ് എക്സ്ട്രാ ഓടും. ഓക്കെ, എന്ന് വെച്ചാൽ നമ്മുടെ ക്ലോക്ക് 60 മിനിറ്റ്, നോർമൽ ക്ലോക്ക് 60 മിനിറ്റ്, ട്രൂ ക്ലോക്ക് 60 മിനിറ്റോടൊപ്പം റോങ് ക്ലോക്ക് 1 മിനിറ്റോടെ എക്സ്ട്രാ ഓടും. മീൻസ് 61 മിനിറ്റ് ഓടും. റോങ് ക്ലോക്ക് 61 മിനിറ്റോടൊപ്പം ട്രൂ ക്ലോക്ക് 60 മിനിറ്റ് ഓടും. 1 മണി ആയപ്പോൾ സമയം ശരിയാക്കി വെച്ച്, റോങ് ക്ലോക്ക് 1 മണി ആയപ്പോൾ സമയം ശരിയാക്കി വെച്ച്. ഇപ്പൊ റോങ് ക്ലോക്കിലെ സമയം 4:33 പ്രതിബിംബ സമയം 11:60 നിന്ന് കുറയ്ക്കണം. 4:33 കുറച്ച് കഴിയുമ്പോൾ 3 7 5 3 2 7 7:27 ആയിട്ടുണ്ട്. അപ്പൊ റോങ് ക്ലോക്ക് ഇപ്പൊ 7:27 ആയിട്ടുണ്ട്. കണ്ണാടിയിൽ കാണിക്കുന്ന സമയമാണ് 4:33. അപ്പൊ ഒറിജിനൽ ആ ക്ലോക്കിൽ കാണിക്കുന്ന സമയം 7:27 ആണ്. ഓക്കെ, അപ്പൊ എത്ര? 1 മണിയിൽ നിന്ന് 7 മണി എത്താൻ 6 മണിക്കൂറുണ്ട്. 6 മണിക്കൂറും 27 മിനിറ്റും. 6 മണിക്കൂർ എന്ന് പറഞ്ഞാൽ മൊത്തം എത്ര മിനിറ്റ്? 60 × 6 360 മിനിറ്റ്. 360 27 387 മിനിറ്റ്. മൊത്തത്തിൽ 387 മിനിറ്റ്. ശരിയല്ലേ? അപ്പം റോങ് ക്ലോക്ക് 387 മിനിറ്റ് സഞ്ചരിച്ചിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ട്രൂ ക്ലോക്ക് എത്ര മിനിറ്റ് സഞ്ചരിക്കും? ചെയ്യാൻ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ, ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ 60 × 387 / 61 ഇത്രയും മിനിറ്റ് സഞ്ചരിക്കും. ഈ 61ന്റെ ഒരു മൾട്ടിപ്പിൾ അല്ല 387. അപ്പൊ ഇത് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം.
387 × 60 അടിക്കാം. 6 7 42, 4 6 8 48, 4 52, 2 5 6 3 18, 5 23. അങ്ങനെ 2 3 2 2 ഇവിടെ ഒരു 0 നിപ്പുണ്ട് ബൈ 61 മിനിറ്റ്. ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് മിനിറ്റ് ആക്കാം. എത്ര മിനിറ്റ് ഉണ്ടെന്ന് അന്വേഷിക്കാം. അപ്പൊ 23 220 ഡിവൈഡഡ് ബൈ 61. 232 എത്ര? 61 ഉണ്ട്. 4 അപ്പോൾ 240 സംതിങ് ആവും. 3 അപ്പോൾ 1 3 3 6 3 18, 9 49. ശരിയല്ലേ? അടുത്ത 2 താത്തിറക്കി. 492 8 തവണ ഇല്ലേ? 8 1 8 6 8 48, 8 4 12 40. താത്തിറക്കി ഇവിടെ ഒരു 0 വരും. പിന്നെ ഡെസിമല. പിന്നെ ഡെസിമൽ ഇടുന്നത് മിനിറ്റ് ആയതുകൊണ്ട് ഡെസിമൽ ഇട്ടാൽ അത് സെക്കൻഡിലോട്ട് പോകും എന്നുള്ളത് കൊണ്ട് മിനിറ്റിന്റെ ഡെസിമൽ എന്ന് പറഞ്ഞാൽ സെക്കൻഡാ. ഫ്രാക്ഷൻ ഓഫ് മിനിറ്റ് സെക്കൻഡ് അത് നമ്മൾ നോക്കുന്നില്ല. 380 മിനിറ്റ് എന്ന് കിട്ടും. ഏകദേശം 300. നമുക്ക് ഏകദേശം സമയമാണ് വേണ്ടുന്നത്. അപ്പൊ 380 മിനിറ്റ്. അപ്പൊ 380 മിനിറ്റ് എന്ന് പറയുന്നത് 380 മിനിറ്റ് നമ്മുടെ ട്രൂ ക്ലോക്ക് സഞ്ചരിച്ചിട്ടുണ്ടാവും. 380 മിനിറ്റ് നമ്മുടെ ട്രൂ ക്ലോക്ക് സഞ്ചരിച്ചിട്ടുണ്ടാവും. അപ്പൊ ആ 380 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60ന്റെ എത്ര എണ്ണം അടങ്ങും? 380 60ന്റെ 6 എണ്ണം പോകത്തില്ലേ? അപ്പൊ 6 മണിക്കൂർ എന്തായാലും ഉണ്ട്. അപ്പൊ 60ന്റെ 6 അപ്പൊ 360 ആയി. 60 × 6 360. ആ 360 380 മാറ്റിയ ബാക്കി 20 മിനിറ്റ്. ഓക്കെ, അപ്പൊ 6 മണിക്കൂർ 20 മിനിറ്റ് നമ്മുടെ ട്രൂ ക്ലോക്ക് സഞ്ചരിച്ചിട്ടുണ്ടാവും. അപ്പൊ 1 മണിയിൽ നിന്ന് 6 മണിക്കൂർ 20 മിനിറ്റ് സഞ്ചരിച്ചാൽ 1 മണി 6 മണിക്കൂർ ആവുമ്പോൾ 7 മണി, പിന്നെ 20 മിനിറ്റ് കൂടെ സഞ്ചരിച്ചാൽ 7:20 ആയിട്ടുണ്ടാവും. 7:20. ഓപ്ഷൻ സി ഉത്തരം. മനസ്സിലായോ? നമ്മൾ നേരത്തെ ചെയ്ത അതേ മെത്തേഡ്, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ, സിമ്പിൾ സംഭവമൊക്കെ അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു ക്ലോക്ക് മണിക്കൂറിൽ 5 മിനിറ്റ് വേഗത്തിൽ ഓടുന്നു. അതായത് 1 മണിക്കൂർ 5 മിനിറ്റ് എക്സ്ട്രാ ഓടും. തിങ്കൾ രാവിലെ 8 മണിക്ക് സമയം ശരിയായി കാണിക്കുന്നു. തിങ്കളാഴ്ച രാവിലെ 8 മണിക്ക് ഈ ക്ലോക്ക് സമയം ശരിയായിട്ട് കാണിച്ചിട്ടുണ്ട്. പിന്നീട് ഈ ക്ലോക്ക് ശരിയായ സമയം കാണിക്കുന്നത് അപ്പോൾ. ഇത് ക്വസ്റ്റ്യൻ വളരെ ഈസിയാണ് കേട്ടോ. ഈ ക്വസ്റ്റ്യൻ മറ്റുള്ളതിനെ അപേക്ഷിച്ച് ചെയ്യാൻ കുറച്ചും കൂടി ഈസിയാണ്. പക്ഷെ അതിന് ഒരു കാര്യം കാണാതെ പഠിച്ചു വെച്ചാൽ മതി. നിങ്ങൾ എപ്പോഴും അതെന്തുകൊണ്ടാണ് നമുക്ക് വഴിയെ സംസാരിക്കാം. ഒരു ക്ലോക്ക് 1 മണിക്കൂറിൽ 5 മിനിറ്റ് എക്സ്ട്രാ ഓടും. ആ എക്സ്ട്രാ ഓടുന്ന കേസ് മാത്രം നിങ്ങൾ എടുത്താൽ മതി ഇവിടെ കേട്ടോ. അതായത് ഈ ക്ലോക്ക് ഇനി ശരിയായ സമയം കാണിക്കുന്നത് ആ ചോദ്യമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് 1 മണിക്കൂറിൽ നമ്മുടെ ക്ലോക്ക് 5 മിനിറ്റ് എക്സ്ട്രാ ഓടും. ആ എക്സ്ട്രാ ഓടുന്നത് മാത്രം എടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്ലോക്ക് ഒരു 12 മണിക്കൂർ എക്സ്ട്രാ ഓടാൻ എത്ര സമയം എടുക്കണമെന്ന് കണ്ടുപിടിക്കണം. എപ്പോഴും ശരിയായ സമയം വീണ്ടും കാണിക്കുന്നത് എപ്പോൾ എന്ന് ചോദിക്കപ്പോൾ ഈ വേഗത്തിൽ ഓടുന്നതോ പതുക്കെ ഓടുന്നതോ ആയിട്ടൊരു ക്ലോക്കിനകത്ത് ഇന്ന സമയത്ത് സമയം ശരിയായിട്ട് കാണിച്ചിട്ടുണ്ട്, ഇനി എപ്പം സമയം ശരിയായി കാണിക്കുമെന്ന് നിങ്ങളടുത്ത് ചോദിച്ചാൽ നിങ്ങൾ അടുത്ത 12 മണിക്കൂർ കൊണ്ട് 12 മണിക്കൂർ എക്സ്ട്രാ ഓടാൻ ഈ ക്ലോക്കിന് എത്ര, നമ്മുടെ നോർമൽ സമയം എത്ര സമയം എടുക്കുമെന്ന് കണ്ടുപിടിക്കണം. 12 മണിക്കൂർ എക്സ്ട്രാ ഓടാൻ 1 മണിക്കൂർ എക്സ്ട്രാ ഓടാൻ 5 മിനിറ്റ് എക്സ്ട്രാ ഓടാൻ 1 മണിക്കൂർ എടുക്കും. 5 മിനിറ്റ് എക്സ്ട്രാ ഓടാൻ 1 മണിക്കൂർ എടുക്കും. അപ്പൊ അതേ കണക്ക് 12 മണിക്കൂർ എക്സ്ട്രാ ഓടാൻ എത്ര സമയം എടുക്കുമെന്ന് കണ്ടുപിടിച്ചിട്ട് ആ സമയം നിങ്ങൾ ഈ തിങ്കൾ രാവിലെ 8 മണിയോടൊപ്പം കൂട്ടി ഉത്തരം കിട്ടും. അതെന്തുകൊണ്ട് അങ്ങനെ? കാരണം 12 മണിക്കൂർ എക്സ്ട്രാ ഓടിയാൽ മാത്രമേ ശരിയായ സമയത്തിലെത്തൂ. മനസ്സിലായോ? അതായത് 8 മണിന്ന് വെച്ചോ, 12 മണിക്കൂർ എക്സ്ട്രാ ഓടുക എന്ന് പറഞ്ഞാൽ ഒരു ഫുൾ റൊട്ടേഷൻ പൂർത്തീകരിച്ച് അവിടെ തന്നെ വന്ന് നിൽക്കുന്ന അവസ്ഥയാണ്. ഓക്കെ, ഏത് സമയമായാലും 12 മണിക്കൂർ എക്സ്ട്രാ ഓടിയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ഒരു റൊട്ടേഷൻ അയാൾ കഴിഞ്ഞിട്ടുണ്ടെന്നാണ്. സാധാരണഗതിയെ അപേക്ഷിച്ച് ഒരു റൊട്ടേഷൻ 12 മണിക്കൂറാണല്ലോ ഒരു ഫുൾ റൊട്ടേഷൻ. അപ്പോൾ ആ ഒരു റൊട്ടേഷൻ അയാൾ കവർ ചെയ്തിട്ടുണ്ടെന്ന് അർത്ഥം. കവർ ചെയ്ത് മറ്റേനോടൊപ്പം എത്തി നിൽക്കുമെന്ന അർത്ഥം. ഞാൻ എക്സ്ട്രാ ഓടിയിട്ട് ഇപ്പം ഒരാൾ ഒരു വൃത്താകൃതിയിലുള്ള മൈതാനത്തിന് വിട്ട് ഒരാൾ കിടന്ന് 2 പേര് കിടന്ന് ഓടുക. അപ്പോൾ ഒരാൾ ഓടി, അടുത്ത ആൾ ഒരു റൗണ്ട് ഓടിയിട്ട് ഇയാളോടൊപ്പം വന്നു നിന്ന്, അപ്പൊ 2 പേരും ഒരുമിച്ചായി. അപ്പൊ അവർ രണ്ടും ഒരേ പോണക്ക ഓടിയെന്ന് പറയാൻ പറ്റുമോ? ഒരേ ദൂരം ഓടിയെന്ന് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. യഥാർത്ഥത്തിൽ ഒരാൾ ഒരു ഫുൾ റൊട്ടേഷൻ ഓടിയിട്ട് മറ്റേയാളോടൊപ്പം വന്നു നിന്ന്, ഒരു ഫുൾ റൊട്ടേഷൻ ഓടിയിട്ട് മറ്റേയാളോടൊപ്പം വന്നു നിന്ന്. അപ്പൊ അയാൾ എക്സ്ട്രാ ഒരു ഫുൾ റൊട്ടേഷൻ ഓടിയിട്ടുണ്ട്. ഓക്കെ, പക്ഷെ 2 പേരും ഒരുമിച്ചാണ്. ഫുൾ റൊട്ടേഷൻ ഓടാതെ മറ്റേയാളോടൊപ്പം എത്താൻ, വേഗത്തിൽ ഓടുന്ന ഒരാൾക്ക് മറ്റേയാളോടൊപ്പം എത്താൻ പറ്റുന്നതല്ല. ഒരു ഫുൾ റൊട്ടേഷൻ കവർ ചെയ്യാതെ പതുക്കെ ഓടുന്ന ഒരാളോടൊപ്പം എത്താൻ
മറ്റൊരാൾക്ക് സാധ്യമാകുന്നതല്ല. ഓക്കെ, അപ്പം എന്തായാലും ഒരു റൊട്ടേഷൻ കവർ ചെയ്തേ പറ്റും. ക്ലിയർ അല്ലേ? ഇപ്പൊ ഇവിടുന്ന് ഒരാൾ ഓടുക, ഇങ്ങനെ പതുക്കെ ഒരാൾ ഓടി, വേഗത്തിൽ ഒരാൾ ഓടി. ഇനി ഇയാളോടൊപ്പം എത്തണമെങ്കിൽ എന്തായാലും ഇയാൾക്ക് ഒരു റൊട്ടേഷൻ കവർ ചെയ്തേ കഴിഞ്ഞേ പറ്റും, അല്ലെങ്കിൽ ഇയാൾ ഇവിടെ തിരിഞ്ഞോടേണ്ടി വരും. അല്ലാതെ ഇയാളോടൊപ്പം ഇനി എത്തത്തേ ഇല്ല. ഇയാൾക്ക് ഇനി ഈ റൊട്ടേഷൻ കവർ ചെയ്യാതെ ഇയാളോടൊപ്പം എത്താൻ ഒക്കത്തില്ല, വേഗത്തിൽ ഓടുന്നാക്ക്. അപ്പോൾ ഒരു ഫുൾ റൊട്ടേഷൻ ഓടിക്കഴിഞ്ഞാൽ, ഫുൾ റൊട്ടേഷൻ ഓടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മറ്റേയാളോടൊപ്പം അയാൾക്ക് എത്താൻ പറ്റും. അത്രയേ ഉള്ളൂ അതിൻ്റെ കഥ. അപ്പോൾ ഇനി നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. നമ്മൾ ഇങ്ങനെ ഇത്രയും ചിന്തിച്ചാൽ മതി. നമ്മുടെ ക്ലോക്ക് 1 മണിക്കൂർ 5 മിനിറ്റ് എക്സ്ട്രാ ഓടും. അങ്ങനെയാണെങ്കിൽ 12 മണിക്കൂർ എക്സ്ട്രാ ഓടാൻ എത്ര സമയം വേണം എന്ന് മാത്രം കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഇവിടെ രണ്ടും ഒരേ യൂണിറ്റ് ആണോ? അല്ല. അപ്പോൾ നിങ്ങൾ ഈ അവറിനെ മിനിറ്റ് ആക്കുന്നതിനേക്കാൾ ബെറ്റർ ഈ മിനിറ്റിനെ അങ്ങ് അവർ ആക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊന്നുകൂടെ എഴുതുക. 1 മണിക്കൂറിൽ നമ്മുടെ ക്ലോക്ക് 5 മിനിറ്റ് എക്സ്ട്രാ ഓടും എന്ന് വെച്ചാൽ 5/60 അവർ എക്സ്ട്രാ ഓടും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ റോങ് ക്ലോക്കിന് 12 മണിക്കൂർ എക്സ്ട്രാ ഓടാൻ എത്ര സമയം എടുക്കും? ഇത് കാൽക്കുലേറ്റ് ചെയ്യണം. അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. ഇത് രണ്ടുകൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. 1 × 12 12/5/60. ഈ ഫ്രാക്ഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് തിരിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ 1 × 12 × 5/60 തിരിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 60/5. 5 60 കൂടെ കട്ട് ചെയ്ത് 12. ഓക്കെ, 12 5 60 അല്ലേ? 12 × 12 144 അവർ എടുക്കും. 144 അവർ. 144 അവർ എന്ന് പറഞ്ഞാൽ എത്ര ദിവസമാണ്? അത് കാൽക്കുലേറ്റ് ചെയ്യണം. 144-നകത്ത് എത്ര 24 ഉണ്ടെന്ന് നോക്കിയാൽ മതി. ഓക്കെ, അവറിനെ ദിവസമൊക്കെ 24 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ ഇത്ര അവറിനെ നമുക്ക് ദിവസമാക്കണം. അപ്പോൾ അതിനെ നിങ്ങൾ 144-നെ 24 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ അത്രയും ഡേയ്സ് എന്ന് കിട്ടും. ഡേയ്സ്. അപ്പോൾ 144-നെ ഒന്ന് ചിന്തിച്ച് നോക്ക്. 24 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 24 എത്ര തവണയാ? 144. 24 × 6 ആണെന്ന് തോന്നുന്നല്ലേ? 6 4 24 2 6 2 12 13 14 ആണ്. 6 ദിവസം. 6 ദിവസം എടുക്കും. അതായത് തിങ്കളാഴ്ച രാവിലെ 8 മണിയിൽ നിന്ന് 6 ദിവസം. ഓക്കെ, അപ്പൊ തിങ്കളാഴ്ച രാവിലെ 8 മണിയിൽ നിന്ന് 6 ദിവസം എടുക്കും. 6 ദിവസം എടുക്കത്തുള്ളൂ, വേറെ ഒരു പരിപാടിയില്ല. അപ്പൊ തിങ്കളാഴ്ച രാവിലെ 8 മണിയിൽ നിന്ന് ചൊവ്വാഴ്ച രാവിലെ 8 മണി, ഒരു ദിവസമായി. ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഞായർ, 6 ദിവസമായി. ഞായറാഴ്ച രാവിലെ 8 മണിയാവുമ്പം ശരിയായ സമയം കാണിച്ചേക്കും. അതായത് 6 ദിവസം കൂടപ്പം ഇവർ ശരിയായ സമയം കാണിക്കും. 6 ദിവസം. 6 ദിവസം കൂടപ്പം ഇത് ശരിയായ സമയം കാണിച്ചുകൊണ്ടേയിരിക്കും. മനസ്സിലായോ? 6 ദിവസം കൂടപ്പം ഇത് ശരിയായ സമയം കാണിച്ചുകൊണ്ടേയിരിക്കും. ഓക്കെ ആണേ? അപ്പം 6 ദിവസം എന്ന് പറഞ്ഞാൽ തിങ്കളിൽ നിന്ന് ഞായറാപ്പ് 7 ദിവസമായോ? തിങ്കളിൽ നിന്ന് ഞായറാപ്പ് 7 ദിവസമായോ? തിങ്കളിൽ നിന്ന് ചൊവ്വാഴ്ച രാവിലെ ആപ്പ് 1 ദിവസം, 24 മണിക്കൂർ ആവത്തേ ഉള്ളൂ. ബുധനാഴ്ച രാവിലെ ആപ്പോൾ അടുത്ത 2ാമത്തെ 24 ആവത്തേ ഉള്ളൂ. വ്യാഴാഴ്ച രാവിലെ ആപ്പോൾ 3ാമത്തെ 24 ആവത്തേ ഉള്ളൂ. വെള്ളിയാഴ്ച രാവിലെ ആപ്പോൾ 4ാമത്തെ 24 ആവത്തേ ഉള്ളൂ. ശനിയാഴ്ച രാവിലെ ആവുമ്പോൾ 5ാമത്തെ 24 ആവത്തേ ഉള്ളൂ. ഞായറാഴ്ച രാവിലെ ആവുമ്പം 6ാമത്തെ 24 ആവും. 6 24 കംപ്ലീറ്റ് ചെയ്യും. 154 മണിക്കൂർ. മനസ്സിലായി? ഇത്രയേ ഉള്ളൂ. അപ്പൊ ഞാൻ ഒന്ന് പറയുക. ഒരു ക്ലോക്ക് വേഗത്തിൽ ഓടുന്ന ക്ലോക്കോ പതുക്കെ ഓടുന്ന ക്ലോക്കോ ആയിക്കോട്ടെ, ഇന്ന സമയത്ത് ശരിയായ സമയം കാണിച്ചു. പിന്നീട് ഈ ക്ലോക്ക് ശരിയായ സമയം കാണിക്കുന്നത് എപ്പോൾ? അങ്ങനെ കണ്ടെത്താൻ നിങ്ങൾ 1 മണിക്കൂർ 5 മിനിറ്റ് ആണ് ഇത് എക്സ്ട്രാ ഓടുന്നത്. അപ്പം 12 മണിക്കൂറിന് കറസ്പോണ്ടിങ് ആയിട്ട് എത്ര എക്സ്ട്രാ ഓടുമെന്ന് നോക്കിയാൽ മതി. അപ്പൊ 12 മണിക്കൂറിന് കറസ്പോണ്ടിങ് ആയിട്ട് ഓടുന്ന സമയം എത്രയാണോ അത് നിങ്ങൾ ഈ സമയത്തിനോടൊപ്പം കൂട്ടിയെടുത്താൽ പിന്നീട് ശരിയായ സമയം കാണിക്കുന്നതിലെത്ത് നിങ്ങൾക്ക് എത്തിച്ചേരാം. ഓക്കെ, 7ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു ക്ലോക്ക് മണിക്കൂറിൽ 4 മിനിറ്റ് വീതം പതുക്കെ ഓടുന്നു. അതായത് 1 മണിക്കൂർ ഈ ക്ലോക്ക് 4 മിനിറ്റ് ലോസാ, പതുക്കെയാണ് ഓടുന്നത്. അത് പുറകിലായിരിക്കും. 4 മിനിറ്റ് 1 മണിക്കൂർ ആകുമ്പോൾ ഇതിനകത്ത് 56 മിനിറ്റ് ആവത്തുള്ളൂ. 4 മിനിറ്റ് പുറകിലായിരിക്കും. മാർച്ച് മാസം 8ാം തീയതി രാവിലെ 10 മണിക്ക് ഈ ക്ലോക്ക് ശരിയായ സമയം കാണിച്ചാൽ പിന്നീട് ശരിയായ സമയം കാണിക്കുന്നത് എപ്പോൾ? ഇതെന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞത്. റോങ് ക്ലോക്ക് 4 മിനിറ്റാ പതുക്കെ ഓടുന്നത്. ശ്രദ്ധിക്കണം, 4 മിനിറ്റ് ഇയാൾ പതുക്കെ എടുക്കുക റോങ് ക്ലോക്ക്. ട്രൂ ക്ലോക്ക് 1 മണിക്കൂർ ആകുമ്പോൾ ഇതിനകത്ത് 4 മിനിറ്റ് സ്ലോ ആയിരിക്കും. അപ്പൊ നമ്മൾ വീണ്ടും ശരിയായ സമയം കാണിക്കുന്നത് എപ്പോഴെന്ന് വെച്ചാൽ നിങ്ങൾ കറസ്പോണ്ടിങ് ആയിട്ട് റോങ് ക്ലോക്ക് 12 മണിക്കൂർ നേരത്തെ എക്സ്ട്രാ ഓടുന്നതായതുകൊണ്ട് എക്സ്ട്രാ ഓടാൻ
ഇവിടെ ഇപ്പൊ പതുക്കെ ഓടുന്നതാണ്ട് 12 മണിക്കൂർ പതുക്കെ ഓടാൻ എത്ര സമയം എടുക്കും എന്ന് അന്വേഷിച്ചാൽ മതി. 12 മണിക്കൂർ പതുക്കെ ഓടാൻ എത്ര സമയം എടുക്കും? ഓക്കെ, അപ്പൊ 12 മണിക്കൂർ പതുക്കെ ഓടാൻ എത്ര സമയം എടുക്കുമെന്ന് കണ്ടെത്താൻ പറഞ്ഞാൽ കണ്ടെത്താം. ക്രോസ് ചെയ്താൽ മതി. പക്ഷെ ഇവിടെ രണ്ടും ഒരേ യൂണിറ്റ് വേണ്ടേ? അപ്പം 1 മണിക്കൂറിന് കറസ്പോണ്ടിങ് ആയിട്ട് 4/60 അവർ. അപ്പൊ 12 മണിക്കൂറിന് കറസ്പോണ്ടിങ് ആയിട്ട് എത്രയാണ് ട്രൂ ക്ലോക്കിൽ സഞ്ചരിക്കേണ്ട സമയം എന്നാ നമ്മൾ കണ്ടെത്താൻ പോകുന്ന ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യാം. 1 × 12 ഡിവൈഡ് ബൈ 4/60. ഇതിനെ തിരിച്ചിട്ട് മൾട്ടിപ്ലൈ അപ്പം 12 × 60/4. 4 12 കൂടെ കട്ട് ചെയ്ത് 3 6 3 18 180 മിനിറ്റ്. അതായത് 180 അവർ. സോറി, മിനിറ്റ് അല്ല, അവർ. എന്തോ അവർ എന്ന് മനസ്സിലായേ? കാരണം ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സാധനമല്ലേ നമുക്ക് കിട്ടുന്നത്. ഇത് രണ്ടും അവറാ, ഇത് അവറാ. ഇത് നമുക്ക് അവറിലേ കിട്ടത്തുള്ളൂ. ഇതിന് കറസ്പോണ്ടിങ് യൂണിറ്റ് ഇവിടെ കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പൊ അവർ 180 മണിക്കൂർ കഴിയപ്പം ഇത് ശരിയായ സമയം കാണിക്കും. അപ്പൊ 180 മണിക്കൂർ അപ്പൊ ആ ക്ലോക്ക് ഒരേ സമയമായിരിക്കും 180 മണിക്കൂർ കഴിയപ്പോ. 180 മണിക്കൂർ എന്ന് പറഞ്ഞാൽ എത്ര ഡേയാ? അതിനെ നമുക്ക് 180നെ 24 ആയിട്ട് ഡിവൈഡ് ചെയ്താൽ മതി. 180 എത്ര? 24 ഉണ്ട്. 24 ഇത് 15 14 ഏകദേശം 25 ആയിട്ട് വിചാരിക്കുക. 7 വരും അല്ലേ? 7 4 28 2 7 2 14 2 16. അപ്പൊ 7 ദിവസം 168. 10 8 2 7 60 1. അതായത് 7 ദിവസവും 12 മണിക്കൂർ. ഈ അവശേഷിക്കുന്നത് മണിക്കൂറാണേ. നമ്മൾ 180 മണിക്കൂറിനെ 24 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ദിവസത്തിലേക്ക് മാറും. മണിക്കൂറിനെ 24 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ദിവസമാവും. അപ്പൊ നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടിയ ആൻസർ 7 ആണ്. പക്ഷെ ശിഷ്ടം അവശേഷിക്കുന്നുണ്ട്. അത് മണിക്കൂറിൽ തന്നെ തുടരും. അതായത് 180 മണിക്കൂർ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ 7 ദിവസവും പിന്നെ 12 മണിക്കൂറുമാണ്. എന്നുവെച്ചാൽ അര ദിവസവും കൂടെ 7.5 ദിവസം എന്ന് വരും. ഓക്കെ, 7.5 എന്നാണ് ഇത് പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ വരുന്നത്. അപ്പൊ 7 മണിക്കൂറും അല്ല 7 ദിവസവും 12 മണിക്കൂറും. 7 ദിവസവും 12 മണിക്കൂറും കഴിയട്ടെ. മാർച്ച് 8 അല്ലേ? മാർച്ച് 8 ഒരു ദിവസം കഴിഞ്ഞാൽ 9 ആവും. ഇപ്പൊ 7 ദിവസം കഴിഞ്ഞാലോ 15 ആവും. മാർച്ച് 15. ഓക്കെ, മാർച്ച് 15. 7 ദിവസം കഴിഞ്ഞാൽ മാർച്ച് 15 ഈ സമയത്തിൽ എത്തിച്ചേരും. ഒരു ദിവസം കഴിഞ്ഞാൽ മാർച്ച് 8-ാം തീയതി. ഒരു ദിവസം കഴിഞ്ഞാൽ മാർച്ച് 9 രാവിലെ 10 മണിയാവും. ഇനി 2 ദിവസം കഴിഞ്ഞാൽ മാർച്ച് 10 രാവിലെ 10 മണിയാവും. 7 ദിവസം കഴിഞ്ഞാൽ 8 കഴിഞ്ഞ് 15 മാർച്ച് 10 രാവിലെ 10 മണിയാവും. രാവിലെ 10 മണി. ഓക്കെ, മാർച്ച് 10 രാവിലെ 10 മണി. പക്ഷെ രാവിലെ 10 മണിയാണ് നമുക്ക് വേണ്ടുന്നത് അല്ലല്ലോ. വീണ്ടും ഒരു 12 മണിക്കൂർ വേണ്ടേ? അപ്പൊ 10 AM നിന്ന് ഒരു 12 മണിക്കൂറോടെ കൂട്ട്. അപ്പൊ 10 PM ആവും. അപ്പൊ മാർച്ച് 10 അല്ല 15 10 AM എന്നുള്ളത് രാത്രി 10 മണിയായിട്ട് മാറും. മാർച്ച് 15 രാത്രി 10 മണി. മാർച്ച് 15 രാത്രി 10 മണി. മാർച്ച് 15 രാത്രി 10 മണി. മാർച്ച് 15 രാത്രി 10 മണിയാവും. ഓക്കെ, 10 AM ആവുമ്പോൾ ഡേയ്സ് കംപ്ലീറ്റ് ചെയ്ത് നിൽക്കും. പിന്നെ ഒരു 12 മണിക്കൂറുണ്ട്. അപ്പൊ നേരെ അതേ സമയം രാത്രി അങ്ങാവും, ഓപ്പോസിറ്റ് ആവും. അപ്പൊ മാർച്ച് 15 10 PM അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഓപ്ഷൻ ബി. ക്ലിയർ അല്ലേ? ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആണ്. ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ വളരെ ഈസിയാണ്. മറ്റു ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഓരോ ക്വസ്റ്റ്യനും നിങ്ങൾ ബുക്കിലോട്ട് എഴുതി വെച്ചിട്ടെ പിന്നെ എപ്പോഴും വീഡിയോ എടുക്കണമെന്നില്ലല്ലോ. ക്വസ്റ്റ്യനോട്ട് എഴുതി വെക്കുക. എഴുതി വെച്ചതിന് ശേഷം കൂടെ ഒന്ന് ചെയ്ത് നോക്കിയേക്കാം. ഓക്കെ, അപ്പോൾ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.